ഹായ് ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബയോളജിയിലെ ടിഷ്യൂ എന്നതാണ്. അപ്പൊ നമുക്കറിയാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡി അതുപോലെ തന്നെ NTPCന്റെ റെയിൽവേനൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ ആദ്യമായിട്ട് എന്താണ് ടിഷ്യൂ? ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കലകൾ എന്ന് പറയും അല്ലേ? എന്താണ് കലകൾ? അപ്പോ കോശങ്ങളുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ബേസിക്കലി എന്താണ് ടിഷ്യൂ എന്ന് പറഞ്ഞാല് കോശങ്ങളുടെ കൂട്ടം തന്നെയാണ്, പക്ഷെ സ്ട്രക്ചർ ഒരുപോലെ ആയിരിക്കണം. അതുപോലെ അത് ചെയ്യുന്ന ഫങ്ഷൻ അല്ലെങ്കിൽ അതിന്റെ ധർമ്മവും ഒരുപോലെ ആയിരിക്കണം. അതായത് കാണാനും അല്ലെങ്കിൽ അതിന്റെ ഘടനയൊക്കെ ഒരുപോലെ ആയിരിക്കണം. അത് ചെയ്യുന്ന ജോലിയും സെയിം ആയിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, a group of cells that are similar in structure and work together to achieve a particular function forms a tissue. എന്താണ്? സ്ട്രക്ചർ ഒരുപോലെ ആയിരിക്കണം, ചെയ്യുന്ന ജോലി ഒരുപോലെ ആയിരിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കോശങ്ങളുടെ കൂട്ടത്തിനാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി 2 types of tissues. ഇപ്പൊ 2 തരത്തിലാണ് ടിഷ്യൂസ് ഉള്ളത്. ഏതൊക്കെയാണത്? പ്ലാന്റ് ടിഷ്യൂയും എനിമൽ ടിഷ്യൂയും. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ടിഷ്യൂ എന്ന് പറഞ്ഞ ഏരിയ എന്ന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് പ്ലാന്റ് ടിഷ്യൂ എന്നും വന്നിട്ടുണ്ട്, എനിമൽ ടിഷ്യൂ എന്നും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2 ടൈപ്പ് ടിഷ്യൂ ആണുള്ളത്, പ്ലാന്റ് ടിഷ്യൂ, എനിമൽ ടിഷ്യൂ. അപ്പൊ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്താണ്? കോശങ്ങളുടെ കൂട്ടാണ്, പക്ഷെ എന്താണ്? സ്ട്രക്ചർ ഒരുപോലെ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരുപോലെ പ്രവർത്തിച്ചിട്ട് എന്താക്കുക? ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുക. ഓക്കെ, ഇനി നമുക്ക് പ്ലാന്റ് ടിഷ്യൂ ആണ് ആദ്യം തന്നെ നോക്കുന്നത് കേട്ടോ. അപ്പൊ അതിലേക്ക് കടക്കാം. അതില് ആദ്യത്തെ ടിഷ്യൂ എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അപ്പൊ പ്ലാന്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്, അതുപോലെ പെർമനന്റ് ടിഷ്യൂ ഉണ്ട്. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അപ്പൊ നോക്കാലോ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽസ്. അതായത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് സസ്യങ്ങളെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അതായത് പ്ലാന്റ് ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അത് തന്നെയാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പ്ലാന്റ്സിന് ഗ്രോത്തിന് സഹായിക്കുന്ന ടിഷ്യൂ ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അൺഡിഫറൻഷിയേറ്റഡ് ആക്റ്റീവ്ലി ഡിവൈഡിങ് സെൽ. എന്താണ്? സെൽ എപ്പോഴും വിഭജിച്ചു കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ സെല്ലുകളുടെ കൂട്ടമാണ് എന്ന് പറയുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. സസ്യങ്ങളെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏത്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത്. Found in those regions of the plants that grow. Example, root tip, shoot tip, cambium. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, എവിടെയൊക്കെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കാണപ്പെടുന്നത്? റൂട്ടിന്റെ ടിപ്പിൽ അല്ലെ. ഇപ്പൊ ഇതിപ്പോ ഒരു പ്ലാന്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ വേരാണ്, ഇതിങ്ങനെ ഇലയും അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ പോവാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ റൂട്ടിന്റെ ടിപ്പിൽ കാണപ്പെടുന്നു. അതുപോലെ ഷൂട്ടിന്റെ ടിപ്പിൽ അല്ലെ, തണ്ടിന്റെ ഒക്കെ അറ്റത്ത് അല്ലെ സ്റ്റെമ്മിന്റെ അഗ്രഭാഗത്തൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ ക്യാമ്പിയം എന്ന് വെച്ചാൽ ലാറ്ററൽ സൈഡാണ്, അതായത് തടി ഉണ്ടാവുമല്ലോ ഈ ഒരു 2 സൈഡ്. അപ്പൊ അത്തരത്തിലുള്ള സൈഡുകളിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. അപ്പൊ റൂട്ടിന്റെ അറ്റത്ത്, ഷൂട്ടിന്റെ അറ്റത്ത്, അതുപോലെ തന്നെ എന്താണ്? ക്യാമ്പിയം ലാറ്ററൽ സൈഡിൽ തടിയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ കാണപ്പെടുന്നുണ്ട്. These tissue are living and bring about an increase in the length and girth of the plant. എന്താണ്? സസ്യങ്ങളുടെ ലെങ്ത് കൂട്ടാനും അല്ലെ നീളം കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഗിർത്ത് എന്ന് വെച്ചാൽ വണ്ണാണ്, തിക്നെസ് ആണ്. അപ്പൊ വണ്ണം കൂട്ടാനും എന്താക്കുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൽസ് ആണ്. പിന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും, വേഗത്തിലുള്ള ഡിവിഷൻ ആണ് ഉണ്ടാവുക. പിന്നെ എന്തിനാ സഹായിക്കുന്നത്? സസ്യങ്ങളെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. എവിടെ കാണപ്പെടുന്നു? റൂട്ടിന്റെ ടിപ്പിലും ഷൂട്ടിന്റെ ടിപ്പിലും അതുപോലെ തന്നെ ലാറ്ററൽ സൈഡിൽ, അതായത് സ്റ്റെമ്മിന്റെ ഇരുഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? നീളം കൂട്ടാനും വണ്ണം കൂട്ടാനും അതുപോലെ തന്നെ നീളം കൂട്ടാനും വണ്ണം കൂട്ടാനും ഒക്കെയാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ നോക്കാം. ദ സെൽസ് ആർ ഇൻ ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ആക്റ്റീവ് സെൽ ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സെല്ല് എപ്പോഴും എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂലെ സെൽസ് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഈച്ച് മെരിസ്റ്റമാറ്റിക് സെൽ കണ്ടെയ്ൻസ് ഡെൻസ് ഓർ അബൻഡന്റ് സൈറ്റോപ്ലാസം.
ആൻഡ് എ സിംഗിൾ ലാർജ് ന്യൂക്ലിയസ്. എന്താണ്? നല്ല ഡെൻസിറ്റി ഉള്ള അല്ലെ എന്താ പറയാ കുറച്ച് കട്ടി കൂടിയ ടൈപ്പ് സൈറ്റോപ്ലാസം ആയിരിക്കും ഉണ്ടാവുക. സൈറ്റോപ്ലാസം എന്ന് വെച്ചാൽ കോശത്തിനകത്ത് ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. സെൽ മെംബ്രെയിനകത്ത് ന്യൂക്ലിയസ് ഒഴികെ ബാക്കി ഭാഗത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. അപ്പൊ ആ സൈറ്റോപ്ലാസം എന്തായിരിക്കും? ഡെൻസ് ആയിരിക്കും കേട്ടോ. എന്താണ്? കുറച്ച് ഡെൻസിറ്റി അല്ലെങ്കിൽ തിക്നെസ് ഒക്കെ കൂടിയ ടൈപ്പ് ആയിരിക്കും. പിന്നെ എന്താണ്? സിംഗിൾ ലാർജ് ന്യൂക്ലിയസ്, ഒരു വലിയ ന്യൂക്ലിയസും കാണും. സെൽസ് ആർ വിത്തൗട്ട് ഇന്റർ സെല്ലുലാർ സ്പേസ് ബിറ്റ്വീൻ ദം. അതായത് കോശങ്ങൾ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഇതിപ്പോ 2 കോശമാണെങ്കിൽ അതിനിടയിൽ എന്തുണ്ടാവില്ല? സ്പേസ് ഉണ്ടാവില്ല. അപ്പൊ എന്താണ്? നോ ഇന്റർ സെല്ലുലാർ സ്പേസ്. സെൽ വോൾ ഈസ് മെയ്ഡ് ഓഫ് തിൻ സെല്ലുലാർ ലെയർ. അപ്പൊ സെൽ വോൾ എന്തുകൊണ്ടാണ് മെയ്ഡപ്പ് ചെയ്തിരിക്കുന്നത്? അപ്പൊ ശ്രദ്ധിക്കുക, സസ്യകോശങ്ങളിൽ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതയാണ് സെൽ വോൾ എന്ന് പറയുന്നത്. എനിമൽ സെല്ലിൽ ഇല്ല. അപ്പൊ ആ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? തിൻ സെല്ലുലാർ ലെയർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ മേ ഓർ മേ നോട്ട് കണ്ടെയ്ൻ വാക്യൂൾസ്. എന്താണ്? സെല്ലിൽ എന്തില്ല? വാക്യൂൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെയും കൂടെ ശ്രദ്ധിക്കാം. സാധാരണയായിട്ട് നമ്മൾ പിന്നെ പ്ലാന്റ് സെല്ലില് ലാർജ് വാക്യൂൾസ് കാണപ്പെടുന്നു, എനിമൽ സെല്ലില് ചെറിയ വാക്യൂൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് പഠിക്കുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാല് പിന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂല് വാക്യൂൾസ് അല്ലെങ്കിൽ ഫാനം ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പൊ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് മോഡലില് RRBന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. വാക്യൂൾസ് കാണപ്പെടാത്തത് ഏത് ടിഷ്യൂലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. പ്ലാന്റ് ടിഷ്യൂല് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂലാണ് എന്ത് കാണാത്തത്? വാക്യൂൾസ് ഇല്ലാത്തത്. അപ്പൊ അതും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ പ്രത്യേകതകൾ? എപ്പോഴും ആക്റ്റീവ് ആണ്, സെൽ ഡിവിഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പിന്നെ എന്താണ്? സൈറ്റോപ്ലാസം, കട്ടി കൂടിയ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും. ഇന്റർ സെല്ലുലാർ സ്പേസ് ഇല്ല. സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലാർ ലെയർ കൊണ്ടാണ്. പിന്നെ വാക്യൂൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ബേസിക്കലി മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്ലാന്റ്സിനെ ഗ്രോത്തിനെ സഹായിക്കുന്ന ടിഷ്യൂ ആണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ. അപ്പൊ ഫംഗ്ഷൻ എന്തൊക്കെയാ നോക്കാം. ദേ ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ്, ഹെൻസ് ദേ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ടു പ്രൊഡ്യൂസ് ന്യൂ സെൽസ് വിച്ച് കീപ് ഡിഫറൻഷിയേറ്റിംഗ് ടു ഫോം സ്പെഷ്യലൈസ്ഡ് സെൽസ് ഓഫ് ദ പ്ലാന്റ്. അതായത് ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പിന്നെ എന്താണ്? ഇത് അതായത് നമ്മൾ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ് സസ്യങ്ങളിലെ ബാക്കി എല്ലാ ടിഷ്യൂസും ഫോം ചെയ്യുന്നത്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ രൂപമാറ്റം വന്നിട്ട് ഒരു പെർമനന്റ് ഷേപ്പ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് ബാക്കി എല്ലാ ടിഷ്യൂസും ഫോം ചെയ്യുന്നത്. The cells of the root tip and shoot tip bring about an increase in length of the plant. എന്താണ്? റൂട്ട് ടിപ്പിലെയും ഷൂട്ട് ടിപ്പിലെയും പിന്നെ ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് സസ്യങ്ങളുടെ നീളം കൂട്ടാൻ സഹായിക്കുന്നു. ദ സെൽസ് ഇൻ ദ ലാറ്ററൽ റീജിയൻ, അതായത് ലാറ്ററൽ റീജിയൻ വെച്ചാൽ കാമ്പിയം എന്ന് പറഞ്ഞ ഈ റീജിയൻ, ഇവിടെയാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉള്ളതെങ്കിൽ അത് എന്തിനു സഹായിക്കുന്നു? വണ്ണം കൂട്ടാൻ, ഗിർത്ത് അല്ലെങ്കിൽ തിക്നെസ് കൂട്ടാൻ സഹായിക്കുന്നു. തിക്നെസ് നമ്മൾ സാധാരണ തിക്നെസ് എന്ന് പറയും, ഇവിടെ വേർഡ് ശ്രദ്ധിക്കുക. ഗിർത്ത് എന്ന് വെച്ചാൽ തിക്നെസ് ആണ് കേട്ടോ. അപ്പൊ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക. ഗിർത്ത് കൂട്ടാൻ സഹായിക്കുന്ന ടിഷ്യൂ ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതായത് ആദ്യം പറഞ്ഞത് എന്താ? മറ്റെല്ലാ പ്ലാന്റ് ടിഷ്യൂയും ഫോം ചെയ്യുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ രൂപമാറ്റം വന്ന് ഒരു പ്രത്യേക രൂപം സ്വീകരിക്കുകയും ഡിവിഷൻ ഒക്കെ നിർത്തിയിട്ട് ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്നു. അതാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് സെൽസ് ആയി മാറുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് എവിടെയാ കാണപ്പെടുന്നത്? റൂട്ട് ടിപ്പിലും ഷൂട്ട് ടിപ്പിലും ഒക്കെയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് നീളം കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റെമ്മിന്റെ ലാറ്ററൽ സൈഡിൽ കാണപ്പെടുന്ന മെരിസ്റ്റം വണ്ണം കൂട്ടാനും സഹായിക്കുന്നു. ഓക്കെ. നമ്മൾ പിന്നെ അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് സസ്യങ്ങളിലെ പെർമനന്റ് ടിഷ്യൂവിനെ പറ്റിയാണ് അല്ലെ. എന്താണ് നെക്സ്റ്റ്? പെർമനന്റ് ടിഷ്യൂ. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് എന്ത് രൂപപ്പെടുന്നത്? പെർമനന്റ് ടിഷ്യൂ രൂപപ്പെടുന്നത് കേട്ടോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ നിന്നാണ് പെർമനന്റ് ടിഷ്യൂ രൂപപ്പെടുന്നത്. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ രൂപമാറ്റം വന്ന് ഡിവിഷൻ ഒക്കെ നിർത്തി പ്രത്യേക ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ. അത് നമ്മൾ നോക്കുന്നത് എന്താണ്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ്. അപ്പോൾ ദേ ആർ മെയ്ഡ് ഓഫ് സ്ട്രക്ചറലി സിമിലർ സെൽസ്. ദീസ് ടിഷ്യൂ ആർ കമ്പോസ്ഡ് ഓഫ് വൺ ടൈപ്പ് ഓഫ് സെൽസ് ഓൺലി. അപ്പൊ എന്താണ്? സ്ട്രക്ചറലി സിമിലർ സെൽസ്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ എന്താണ്? ഒരേപോലത്തെ സ്ട്രക്ചറുള്ള സെൽസ് കൊണ്ട് നിർമ്മിച്ചതാണ്. എന്താണ്? ഒരേപോലത്തെ പിന്നെ
എന്താണ് ഒരേ ഇനം സെൽ, അതായത് സെല്ലുകൾ എന്തായിരിക്കും, ഒരേ ടൈപ്പ് സെല്ലുകൾ മാത്രമേ അതിൽ കാണപ്പെടുന്നുള്ളൂ കേട്ടോ. അതായത് പിന്നെ എന്താണ്, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂല് ഒരേ ഇനം സെൽസ് മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പൊ അതിന്റെ നേച്ചറിന്റെ ബേസിൽ നമുക്ക് അതിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: പേരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. അപ്പൊ ഏതൊക്കെയാണ് പേരൻ കൈമ, ഏതൊക്കെയാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ, ഏതൊക്കെയാണ് പേരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. അപ്പൊ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ടാവുന്നത് ഏതിൽ നിന്നാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂയിൽ നിന്നാണ് അല്ലെ. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ കാര്യങ്ങള്? അതായത് നമ്മൾ ടിഷ്യൂവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ. എന്താണ്? സിമിലർ സ്ട്രക്ചറും ഒരേപോലത്തെ ഫംഗ്ഷനും അല്ലെ. സ്ട്രക്ചറും അതുപോലെ ഫംഗ്ഷനും ഒരേപോലെയുള്ള സെല്ലുകളുടെ കൂട്ടമാണ് എന്തെന്ന് പറയുന്നത്? ടിഷ്യൂ എന്ന് പറയുന്നത്. ടിഷ്യൂസിനെ നമ്മൾ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: പ്ലാന്റ് ടിഷ്യൂ, എനിമൽ ടിഷ്യൂ. അപ്പൊ അതില് പ്ലാന്റ് ടിഷ്യൂ അല്ലെ, പ്ലാന്റ് ടിഷ്യൂ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പ്ലാന്റ് ടിഷ്യൂവിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് അല്ലെ. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് വെച്ചാൽ സസ്യങ്ങളെ ഗ്രോത്തിനെ സഹായിക്കുന്നതാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ. എവിടെയൊക്കെ കാണപ്പെടുന്നു? സസ്യങ്ങളുടെ റൂട്ട് ടിപ്പില്, ഷൂട്ട് ടിപ്പില്, അതുപോലെ ലാറ്ററൽ സൈഡിലും കാണപ്പെടുന്നു. അപ്പൊ റൂട്ട് ടിപ്പിലും ഷൂട്ട് ടിപ്പിലും ഉള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തിനു സഹായിക്കുന്നു? നീളം കൂട്ടാൻ സഹായിക്കുന്നു. പിന്നെ ലാറ്ററൽ സൈഡിലുള്ള മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ വണ്ണം കൂട്ടാനും സഹായിക്കുന്നു. പിന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ എപ്പോഴും ആക്റ്റീവ് ആണ്. എന്താണ്? എപ്പോഴും ഇങ്ങനെ വിഭജിച്ചുകൊണ്ടേ ഇരിക്കും. ഇങ്ങനെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എപ്പോഴും വിഭജിച്ചു കൊണ്ടിരിക്കുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഒരു പ്രത്യേക രൂപം കൈവന്നു കഴിഞ്ഞാൽ അതെന്താക്കും? അതിന്റെ ഡിവിഷൻ നിർത്തി ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കും. ഇങ്ങനെയുള്ള സെല്ലുകളുടെ കൂട്ടമായിട്ട് മാറും. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഷേപ്പും അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറും ഫംഗ്ഷനും ഒക്കെ നിർവഹിക്കും. അതിനാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഡിഫറൻഷിയേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫോം ചെയ്യുന്നു? ഈ പെർമനന്റ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്നാണ് എന്ത് വരുന്നത്? പെർമനന്റ് ടിഷ്യൂ വരുന്നത്. അപ്പൊ ആ പെർമനന്റ് ടിഷ്യൂയെ നമ്മൾ പിന്നെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: സിമ്പിൾ പെർമനന്റ് ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ഉണ്ട്. പെർമനന്റ് ടിഷ്യൂ സിമ്പിൾ പെർമനന്റ് ഉണ്ട്, കോംപ്ലക്സ് പെർമനന്റ് ഉണ്ട്. അതിൽ സിമ്പിൾ പെർമനന്റ് ആണ് നമ്മൾ ഇപ്പൊ നോക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത പറഞ്ഞത്? സ്ട്രക്ചർ എന്തായിരിക്കും? ഒരേപോലെ ആയിരിക്കും സെല്ലുകളുടെ. ഓക്കെ, അപ്പൊ അത് 3 ടൈപ്പ് സിമ്പിൾ പെർമനന്റ് ഉണ്ട്. അപ്പൊ നോക്കുക, പെർമനന്റ് ടിഷ്യൂ 2 ടൈപ്പാണ്. ഏതൊക്കെയാണ്? സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് ഉണ്ട് അല്ലെ. എന്താണ് പറഞ്ഞത്? കോംപ്ലക്സ്. സിമ്പിൾ ഉണ്ട്, കോംപ്ലക്സ്. അറിയാലോ, സിമ്പിളിന്റെ വിപരീതമാണ് എന്ത്? കോംപ്ലക്സ് ഉണ്ട്. സിമ്പിൾ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്. അപ്പൊ ഈ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂല് ആദ്യം വരുന്നത് ആരാണ്? പേരൻ കൈമയാണ്. 3 ടൈപ്പ് ഉള്ളത് ഏതൊക്കെയാണ്? പേരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. ഓക്കെ, അപ്പൊ അതിൽ പേരൻ കൈമ നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രിമിറ്റീവ് ആൻഡ് ഫണ്ടമെന്റൽ ടിഷ്യൂസ്. എന്താണ്? പ്രിമിറ്റീവ് ആണ്, അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ടിഷ്യൂ ആണ്. സെൽസ് ആർ ലിവിങ്. എന്താണ്? ജീവനുള്ള ടിഷ്യൂസ് ആണ്. ചിലതിൽ ജീവൻ ഇല്ലാത്തതുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞത്. ജീവനുള്ള ടിഷ്യൂ ആണ് ഏതിലുള്ളത്? പേരൻ കൈമയിൽ ഉള്ളത്. ഓക്കെ, ഇനി ദ സെൽ വാൾ ഈസ് തിൻ ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. സെൽ വാൾ ഈസ് തിൻ ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ഇനി ദ സെൽ ആർ ലൂസ്ലി പാക്ഡ് വിത്ത് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റർസെല്ലുലാർ സ്പേസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള പോയിന്റ് വേണം. റെയിൽവേന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ എന്താ പറഞ്ഞത്? ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ആണ്. അതായത് സെല്ലുകൾ ഇങ്ങനെ അല്ലെ അടുക്കി വെച്ചാണ് എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? സെല്ലുകളുടെ കൂട്ടാണ് എന്ത്? ടിഷ്യൂ. അപ്പൊ എന്താണ്? ഇവിടെ ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ്, കോശങ്ങൾക്കിടയിൽ എന്തുണ്ട്? സ്പേസ് ഉണ്ട്, ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ട്. നേരത്തെ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പറഞ്ഞപ്പോ എന്തുണ്ടായിരുന്നില്ല? ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തുണ്ട്? വലിയ ഇന്റർസെല്ലുലാർ സ്പേസ്. അത് കോശങ്ങൾക്കിടയിൽ സ്പേസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. Found in soft part of the plant such as cortex of root, ground tissues in stem, mesophyll of leaves. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് റൂട്ടിന്റെ കോർട്ടക്സില്, പിന്നെ അതുപോലെ ഗ്രൗണ്ട് ടിഷ്യൂല്, സ്റ്റെമ്മിലെ ഗ്രൗണ്ട് ടിഷ്യൂല്, പിന്നെ അതുപോലെ ഇലകളിലും ഒക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? പേരൻ കൈമ കാണപ്പെടുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറോട് കൂടിയ സെൽസ് ആണ് പേരൻ കൈമയ്ക്ക് ഉള്ളത്. അതുകൂടാതെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ്സിന്റെ ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ഇലകള്, സ്റ്റെം, ഇതേപോലെയുള്ള ഭാഗങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? പേരൻ കൈമ കാണപ്പെടുന്നത്. നമ്മളിവിടെ പഠിച്ച കാര്യം, സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ 3 ടൈപ്പാണുള്ളത്: പേരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. അതിൽ പേരൻ കൈമ എന്താണ്? പ്രിമിറ്റീവ് ആൻഡ് ഫണ്ടമെന്റൽ ടിഷ്യൂ ആണ് അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതാണ് ഇത് പേരൻ കൈമ. എന്താണ്? സെൽസ് ലിവിങ് ആണ്. പിന്നെ സെൽ വോൾ പിന്നെ വളരെ തിന്നാണ് അല്ലെ. സെൽ വോൾ എന്ന് പറഞ്ഞാൽ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവറിംഗ് ആണ് സെൽ വോൾ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? തിന്നാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലാന്റ് ടിഷ്യൂല് മാത്രമേ ഉള്ളൂ. അതെന്താണ്? തിന്നാൻഡ്. പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്? സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതാണ്.
പിന്നെ സെൽസ് എങ്ങനെയാണ്? ലൂസ്ലി പാക്ഡ് ആണ് കേട്ടോ. ഇപ്പൊ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്, ശ്രദ്ധിച്ചോളണം. ഫോംഡ് ഇൻ സോഫ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ് സച്ച് ആസ് കോർട്ടെക്സ് ഓഫ് ഫ്രൂട്ട്, ഗ്രൗണ്ട് ടിഷ്യൂസ് ഇൻ സ്റ്റെം, മീസോഫിൽസ് ഓഫ് ലീവ്സ്. സിമ്പിൾ ആയിട്ടുള്ള പ്ലാന്റ് ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത് പാരൻകൈമ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ്? സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പാരൻകൈമയുടെ ഫംഗ്ഷൻ. അപ്പൊ സ്റ്റോറേജ് ഓഫ് ഫുഡ്, ഭക്ഷ്യ വസ്തുക്കൾ, അതായത് ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ ആഹാര പദാർത്ഥം ഗ്ലൂക്കോസിനെ എന്താക്കുക, സംഭരിക്കുക അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുക, അതിന് സഹായിക്കുന്ന ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് പാരൻകൈമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫംഗ്ഷൻ ഓഫ് പാരൻകൈമ ചോദിച്ചാൽ സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്തിനെ പറ്റി പഠിക്കാനുള്ളത്? പാരൻകൈമയെ പറ്റി മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? കോളൻകൈമയാണ്. അപ്പൊ കോളൻകൈമ എന്ന് പറയുമ്പോൾ കോളൻകൈമയുടെ പ്രത്യേകത എന്താ? സെൽസ് ആർ ലിവിങ്, എന്താണ്? ജീവനുള്ള സെൽസ് ആണ്. സെൽസ് ആർ ഇലോങ്ങേറ്റഡ് ആൻഡ് ഇറഗുലർലി തിക്കൻഡ് അറ്റ് ദ കോർണേഴ്സ്. അപ്പൊ ഇവിടെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഈ കോളൻകൈമയുടെ സെൽസിന്റെ കോർണറിൽ മാത്രം സെൽ വോളിന് എന്ത് കൂടുതലായിരിക്കും? കട്ടി കൂടുതലായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, കോളൻകൈമയുടെ സെൽ വോളിന്റെ കോർണറിൽ അല്ലെ, മൂലകളിൽ മാത്രം എന്ത് കൂടുതലായിരിക്കും? തിക്നെസ് കൂടുതലായിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സെൽസ് ആർ ഇലോങ്ങേറ്റഡ് ആണ്, നീളം കൂടിയ പോലത്തെ സെൽസ് ആണ്. ഇറഗുലർലി തിക്കൻഡ് അറ്റ് ദ കോർണേഴ്സ്, അതായത് ബാക്കി സെൽ വോളിന്റെ ബാക്കി ഭാഗത്തൊക്കെ എന്താണ് തിക്നെസ് കുറവാണെങ്കിലും മൂലകളിൽ അല്ലെങ്കിൽ കോർണേഴ്സിൽ മാത്രം കട്ടി കൂടുതലായിരിക്കും. നെക്സ്റ്റ്, ഇന്റർസെല്ലുലാർ സ്പേസ് ഈസ് വെരി ലിറ്റിൽ. അപ്പൊ ഇന്റർസെല്ലുലാർ സ്പേസ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്റർസെല്ലുലാർ സ്പേസിന്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂല് ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല, പാരൻകൈമയില് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ്, ഇതിൽ കുറഞ്ഞ ഇന്റർസെല്ലുലാർ സ്പേസ് കേട്ടോ. ഏതിനകത്താണ്? കോളൻകൈമയിൽ വെരി ലിറ്റിൽ, വളരെ കുറച്ച് മാത്രം ഇന്റർസെല്ലുലാർ സ്പേസ് ആണ് ഉള്ളത്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഫംഗ്ഷൻ. പ്രൊവൈഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദ പ്ലാന്റ്, ദസ് അലോസ് ഈസി ബെൻഡിങ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ലീവ് സ്റ്റെം, ആബ്സെന്റ് ഇൻ റൂട്ട് വിത്തൗട്ട് ബ്രേക്കിംഗ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് കോളൻകൈമയുടെ ഫംഗ്ഷൻ ചോദിക്കുന്ന സമയത്ത് പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട്, അതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ഇത് ഫ്ലെക്സിബിലിറ്റിയും തന്നെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഗ്രൂപ്പ് ഡിന്റെ അതുപോലെ RRB NTPC എക്സാം ചോദിച്ചാണ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട്. ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും കൊടുക്കുന്ന ടിഷ്യൂ ഏതാണ്? ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും കൊടുക്കുന്ന ടിഷ്യൂ കോളൻകൈമയാണ്. പിന്നെ അതുപോലെ ആഹാരം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസിന് ശേഷം ഫുഡ് സ്റ്റോറേജിന് സഹായിക്കുന്ന ടിഷ്യൂ ഏതാണ്? പാരൻകൈമ. അപ്പൊ ശ്രദ്ധിക്കണേ, തെറ്റിപ്പോകരുത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തിനാ സഹായിക്കുന്നത്? പ്ലാന്റ് ഗ്രോത്തിന് സഹായിക്കുന്നു. പാരൻകൈമയാണെങ്കിൽ എന്ത് സഹായിക്കുന്നു? സ്റ്റോറേജ് ഓഫ് ഫുഡിന് സഹായിക്കുന്നു. കോളൻകൈമയാണെങ്കിലോ സസ്യങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് കാറ്റിൽ ആടി ഉലയാനുള്ള കഴിവ് കൊടുക്കുക. അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ എന്താ, ഇപ്പൊ പൊട്ടിപ്പോവാണ് ചെയ്യുക അല്ലെ? ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ സസ്യങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ടിഷ്യൂ ആണ് ഇത്? കോളൻകൈമ. ഇറ്റ് പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദ പ്ലാന്റ്സ്, ദസ് അലോ ഈസി ബെൻഡിങ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ലീഫ്, സ്റ്റെം, ആബ്സെന്റ് ഇൻ റൂട്ട് വിത്തൗട്ട് ബ്രേക്കിംഗ്. പൊട്ടിപ്പോവാതെ നമ്മളെ സ്റ്റെമ്മും അതുപോലെ എന്താണ് ലീഫും ഒക്കെ ആടി ഉലയാൻ സഹായിക്കുന്നു. എവിടെ കാണപ്പെടുന്നില്ല? എവിടെയാ കാണാത്തത്? ആബ്സെന്റ് ഇൻ റൂട്ട്. ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ആബ്സെന്റ്? കോളൻകൈമ റൂട്ടിൽ എന്താണ്? ആബ്സെന്റ് ആണ്. കോളൻകൈമ റൂട്ടിൽ ആബ്സെന്റ് ആണ്. എവിടെയാ കാണപ്പെടുന്നുള്ളൂ? ലീഫിലും സ്റ്റെമ്മിലാണ് കാണപ്പെടുന്നത് കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്, ലീഫ്, സ്റ്റെം, ആബ്സെന്റ് ഇൻ റൂട്ട് വിത്തൗട്ട് ബ്രേക്കിംഗ്. അതായത് റൂട്ടിന് ആടി ഉലയേണ്ട ആവശ്യമില്ല. എവിടെയുള്ളൂ? സ്റ്റെമ്മിനും ലീഫിനും ഒക്കെ എന്താക്കേണ്ടതുള്ളൂ? ആടി ഉലയേണ്ടതുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. പാരൻകൈമയുടെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. കോളൻകൈമ ജീവനുള്ള കോശങ്ങളാണ്. പിന്നെ ഇലോങ്ങേറ്റഡ് ആണ്. പിന്നെ എന്താണ്? കോർണറിൽ മാത്രം തിക്നെസ് കൂടുതലാണ്. ഇന്റർസെല്ലുലാർ സ്പേസ് വളരെ കുറച്ചാണ്. പിന്നെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാന്റ് പാർട്സ്. ഓക്കെ, എവിടെ ആബ്സെന്റ് ആണ്? റൂട്ടില് ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് ആണ് നമ്മളുടെ മൂന്നാമത്തെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ഏതാണ്? സ്ക്ലീറൻകൈമ അല്ലെ? മൂന്നാമത്തെ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ സ്ക്ലീറൻകൈമ. ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ആർ ഡെഡ്, നോ ഇന്റർസെല്ലുലാർ സ്പേസ്. എന്താണ് ഈ ടിഷ്യൂ? ഡെഡ് ടിഷ്യൂ ആണ്.
നോ ഇന്റർസെല്ലുലാർ സ്പേസ്. അപ്പൊ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡെഡ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? സ്ക്ലീറൻ കൈമയാണ്. ബാക്കി രണ്ടും ലിവിങ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? മെരിസ്റ്റമാറ്റിക് ആണെങ്കിലും ലിവിങ് ആണ്, പാരൻകൈമ ആണെങ്കിലും കോളൻകൈമ ആണെങ്കിലും ഒക്കെ എന്താണ്? ലിവിങ് ടിഷ്യൂസ് ആണ്. സ്ക്ലീറൻ കൈമയാണ് എന്തെന്ന്? ഡെഡ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ആർ ഡെഡ്, നോ ഇന്റർസെല്ലുലാർ സ്പേസ്. അപ്പൊ എന്തൊക്കെയാണ് പ്രത്യേകത? സെൽസ് ഡെഡ് ആണ്, ജീവൻ ഇല്ലാത്ത സെൽസ് ആണ്. പിന്നെ എന്താണ്? ഡെഡ്, നോ ഇന്റർസെല്ലുലാർ സ്പേസ്. എന്തില്ല? കോശങ്ങൾക്കിടയിൽ നോ സ്പേസ്. കോശങ്ങൾക്കിടയിൽ എന്തില്ല? നോ സ്പേസ്. ദ സെൽ വോൾ ഈസ് ലോങ് ആൻഡ് നാരോ. എന്താണ്? സെൽ വോള് എങ്ങനെയാണുള്ളത്? നീളം കൂടിയതാണ്, അതുപോലെ തന്നെ വളരെ നാരോ ആണ്, ഇടുങ്ങിയതും ആണ്. Cell wall is very much thickened due to deposition of lignin. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഈ സ്ക്ലീറൻ കൈമയുടെ സെൽ വോളിന് എന്ത് കൂടുതലായിരിക്കും? തിക്നെസ് കൂടുതലായിരിക്കും. നമ്മളിപ്പം ഈ ചിരട്ടയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ അതെന്താ? നല്ല കട്ടിയില്ലേ? അപ്പൊ ഇതൊക്കെ എന്താ? അവിടെയൊക്കെ എന്തുണ്ട്? സ്ക്ലീറൻ കൈമയുണ്ട്. അപ്പൊ സ്ക്ലീറൻ കൈമ എന്ന് വെച്ചാൽ ലിഗ്നിന്റെ ഡെപ്പോസിഷൻ കൊണ്ടാണ് എന്ത് കൂടിയത്? ഈ കട്ടി കൂടിയത്. സെൽ വോൾ ഈസ് വെരി മച്ച് തിക്കൻഡ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ലിഗ്നിൻ. അപ്പൊ ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റാൻസ് makes the sclerenchyma cells more thickened or പിന്നെ more hard എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കൂടുതൽ തിക്കൻഡ് ആക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഹാർഡ് ആക്കുന്ന സബ്സ്റ്റാൻസ് ഏതാണ്? ലിഗ്നിൻ ആണ് കേട്ടോ. സെൽ വോളിലുള്ള ലിഗ്നിൻ എന്ന് പറയുന്ന സബ്സ്റ്റാൻസിന്റെ പ്രസൻസ് ആണ് ഈ സ്ക്ലീറൻ കൈമയെ കൂടുതൽ കട്ടിയുള്ളതാക്കി മാറ്റുന്നത്. അപ്പൊ അത് പ്രത്യേകം പഠിച്ചു വെക്കാം, പ്രീവിയസ് ആണ്, ശ്രദ്ധിച്ചോളൂ. A chemical substance which act like cement and hardens them. എന്താണ്? ഒരു സിമെന്റ് പോലെ ആക്ട് ചെയ്ത് പിന്നെ സെൽ വോളിനൊക്കെ കട്ടിയുള്ളതാക്കി മാറ്റുന്ന സബ്സ്റ്റൻസ് ആണ് എന്ന് പറയുന്നത് ലിഗ്നിൻ എന്ന് പറയുന്നത്. അപ്പൊ ലിഗ്നിൻ പ്രസന്റ് ആയിരിക്കുന്നത് സ്ക്ലീറൻ കൈമയിലാണ്. The cell wall is so thick that there is no intercellular space inside the cell. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തില്ല? ഇന്റർസെല്ലുലാർ സ്പേസിലെ സെൽ വോളിൽ യൂണിഫോംലി തിക്നെസ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ സെൽ വോൾ എങ്ങനെ? നേരത്തെ നമ്മൾ കോളൻ കൈമേന്റെ പറഞ്ഞപ്പോ കോർണറിൽ മാത്രമായിരുന്നു. ഇതിന്റെ സെൽ വോൾ മൊത്തത്തിൽ എന്ത് കൂടുതലാണ്? കട്ടി കൂടുതലാണ്. ഇനി പ്രസന്റ് ഇൻ സ്റ്റെംസ്, അറൌണ്ട് വാസ്കുലാർ ബണ്ടിൽസ്, ഇൻ ദ വെയിൻസ് ഓഫ് ദ ലീവ്സ് ആൻഡ് ഇൻ ദ ഹാർഡ് കവറിംഗ് സീഡ്സ് ആൻഡ് നട്ട്സ്. എന്തൊക്കെയാ പറയുന്നത്? സ്റ്റെമ്മിൽ ഉണ്ടാവും, അതുപോലെ തന്നെ വാസ്കുലാർ ബണ്ടിൽസ്, അറൌണ്ട് വാസ്കുലാർ ബണ്ടിൽ വെച്ചാൽ സൈലോം ഫ്ലോയോ ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ആ വാസ്കുലാർ ബണ്ടിലിന്റെ ചുറ്റിലും ഉണ്ടാവും. അതുപോലെ വെയിൻസ് ഓഫ് ദ ലീവ്സിൽ എന്താണ്? ഇലകളുടെ ഇങ്ങനെയുള്ള വെയിൻ ഇല്ലേ? ഇലകൾ കണ്ടക്ഷൻ സഹായിക്കുന്ന വെയിന്. അപ്പൊ വെയിനുകളിൽ ഉണ്ടാവും. പിന്നെ എന്താണ്? ഹാർഡ് കവറിംഗ് സീഡ്സ് ആൻഡ് നട്ട്. ഇപ്പൊ ഞാൻ ചിരട്ടേന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല, അതുപോലെ എന്താണ്? സീഡ്സിന്റെ നട്ട്സിന്റെ ഒക്കെ കവറിങ്ങിലും എന്ത് കാണപ്പെടുന്നുണ്ട്? സ്ക്ലീറൻ കൈമ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദിസ് ഫോം the several layer thick corks or bark of the tree. അപ്പൊ നമ്മളെ വലിയ മരങ്ങളുടെ ഒക്കെ ബാർക്കിലെ എന്താണ്? ഈ തടിയൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ അതിന്റെ ഒക്കെ ഔട്ടർ സൈഡിലും അല്ലെങ്കിൽ കുറച്ച് ലെയർ ആയിട്ടൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ പറയുന്ന സ്ക്ലീറൻ കൈമ കാണപ്പെടുന്നുണ്ട്. They also have chemical called suberin in their walls that makes them impervious to gases and water. ഇതും നമ്മുടെ RRBയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതും ശ്രദ്ധിച്ചിരിക്കണേ. എന്താണ്? സ്യൂബർ എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെ? അപ്പൊ കെമിക്കൽ, they have also a chemical called suberin in their walls that makes them impervious to gases and water. എന്താണ്? വെള്ളവും ഗ്യാസും ഒന്നും ഉള്ളിലേക്ക് കടക്കാതെ സ്റ്റെമ്മിനെ സംരക്ഷിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? സ്യൂബറിൻ സഹായിക്കുന്നുണ്ട്. അതായത് ഒരു മെഴുകു പോലത്തെ സബ്സ്റ്റൻസ് ആണ്. അപ്പം ഈ വെള്ളവും വാട്ടറും ഒക്കെ ഉള്ളിലേക്ക് കടക്കാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ വാട്ടർ ഒന്നും ഉള്ളിലേക്ക് കടക്കാതെ സസ്യങ്ങളെ പിന്നെ സംരക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ സ്യൂബർ എന്ന് പറയുന്ന മെറ്റീരിയൽ. അപ്പൊ അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം. ദേ ഓൾസോ ഹാവ് എ കെമിക്കൽ കോൾഡ് സ്യൂബറിൻ ഇൻ ദയർ വാൾസ് ദാറ്റ് മേക്സ് ദം ഇംപെർവിയസ് ടു ഗ്യാസസ് ആൻഡ് വാട്ടർ. അപ്പൊ ഇവിടെ രണ്ട് മെറ്റീരിയൽസ് നമ്മൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലിഗ്നിൻ ആണ്, അതായത് കട്ടി കൂടാൻ സഹായിക്കുന്നത്. സ്ക്ലീറൻ കൈമയുടെ അധികമായിട്ടുള്ള കട്ടിക്ക് കാരണം അല്ലെങ്കിൽ തിക്നെസ്സിന് കാരണം ലിഗ്നിൻ ആണ്. പിന്നെ സ്ക്ലീറൻ കൈമയിൽ എണ്ണമയം കൊടുക്കുന്നത്, അതായത് മെഴുക് പോലെ പ്രവർത്തിച്ച് ഉള്ളിലേക്ക് വെള്ളവും ഗ്യാസും ഒന്നും കടക്കാതെ സംരക്ഷിക്കുന്നത് സ്യൂബറിൻ ആണ്. ഓക്കെ, അപ്പൊ സ്ക്ലീറൻ കൈമയെ പറ്റി നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? അതായത് നമ്മൾ പഠിക്കുന്നത് പ്ലാന്റ് ടിഷ്യൂല് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ പഠിച്ചു. പിന്നെ വരുന്നതാണ് പെർമനന്റ് ടിഷ്യൂ. പെർമനന്റ് ടിഷ്യൂ രണ്ട് ടൈപ്പ് ആണുള്ളത്, സിമ്പിൾ പെർമനന്റും അതുപോലെ തന്നെ കോംപ്ലക്സും. അപ്പൊ അതിൽ സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ 3 ടൈപ്പ് ആണുള്ളത്: പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ. പാരൻ കൈമയും കോളൻ കൈമയും നമ്മൾ ഓൾറെഡി എന്താക്കി പഠിച്ചു കഴിഞ്ഞു. അപ്പൊ സ്ക്ലീറൻ കൈമയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ദ സെൽസ് ഓഫ് ദിസ് ടിഷ്യൂ ആർ ഡെഡ്.
നോ ഇന്റർസെല്ലുലാർ സ്പേസ്. എന്താണ്? ഡെഡ് ആണ്. അപ്പൊ ഡെഡ് സെൽസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ടിഷ്യൂ ചോദിച്ചാൽ സ്ക്ലീറൻകൈമയാണ്. പിന്നെ ഇന്റർസെല്ലുലാർ സ്പേസിന്റെ കേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ക്ലീറൻകൈമയിൽ എന്തില്ല? ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല. ദ സെൽ വോൾ ഈസ് ലോങ് ആൻഡ് നാരോ. എന്താണ്? സെൽ വോള് എന്താണ്? നീളം കൂടിയതും ഇടുങ്ങിയതുമാണ്. സെൽ വോൾ ഈസ് വെരി മച്ച് തിക്ക് ആൻഡ് ഡ്യൂ ടു ഡെപ്പോസിഷൻ ഓഫ് ലിഗ്നിൻ. അതായത് സ്ക്ലീറൻകൈമയുടെ സെൽ വോളിന് തിക്നെസ് കൊടുക്കുന്നത് ലിഗ്നിൻ എന്ന് പറയുന്ന പദാർത്ഥമാണ്. സിമെന്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു പദാർത്ഥമാണ് എന്തെന്ന് പറയുന്നത്? ലിഗ്നിൻ എന്ന് പറയുന്നത്. The cell wall is so thick that there is no intercellular space inside the cell. എന്താണ്? ഈ ലിഗ്നിന്റെ പ്രസൻസും അതുപോലെ ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ലാത്തതും എന്തിന് കാരണമാകുന്നു? സെൽ വോളിന്റെ തിക്നെസ് കൂടാൻ കാരണമാകുന്നു. Present in stem, around vascular bundles, in the veins of the leaves and in the hard covering seeds and nuts. അപ്പൊ എവിടെയൊക്കെ കാണപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റെമ്മിൽ അല്ലേ? സസ്യങ്ങളുടെ സ്റ്റെമ്മിലുണ്ട്. പിന്നെ സൈലം ഫ്ലോയം പോലെയുള്ള വാസ്കുലർ ബണ്ടിൽസിന്റെ ചുറ്റിലുമുണ്ട്. പിന്നെ ഇലകളിൽ വെയിൻസിലുണ്ട്. പിന്നെ എന്താണ്? ഈ സീഡ്സ് അല്ലെ? വിത്തുകളുടെയൊക്കെ കവറിംഗ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഇവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്? സ്ക്ലീറൻകൈമ കാണപ്പെടുന്നത്. ദിസ് ഫോംസ് ദ സെവറൽ ലെയർ തിക് കോർക്സ് ഓർ ദ ബാർക്ക് ഓഫ് ദ ട്രീ. പിന്നെ അതുപോലെ തന്നെ സസ്യങ്ങളുടെ തടിയിലും എന്ത് കാണപ്പെടുന്നുണ്ട്? ഇത് പല ലെയർ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. പിന്നെ സ്ക്ലീറൻകൈമയിലെ സെൽ വോളിൽ ഒരു സ്യൂബർ എന്ന് പറയുന്ന പദാർത്ഥമുണ്ട്. അത് ഗ്യാസസിനെയും, അതൊരു മെഴുകുപോലത്തെ സബ്സ്റ്റൻസ് ആണ്. ഗ്യാസസിനെയും അതുപോലെ തന്നെ വാട്ടറിനെയും ഒക്കെ ഉള്ളിലേക്ക് കടക്കാതെ അത് സംരക്ഷിക്കും. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ ആണ്. കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? സിമ്പിൾ ഫെർമെന്റ് ആണ്. അപ്പൊ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് പിന്നെ എന്താണ്? കോശങ്ങൾ കൂടിച്ചേർന്ന് പല സ്ട്രക്ചറിലുള്ള കോശങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതായത് സാധാരണ നമ്മൾ എന്ത് പറഞ്ഞിട്ട് സിമിലർ സ്ട്രക്ചർ ആയിരിക്കണം, ചെയ്യുന്ന ഒരേ ഫംഗ്ഷൻ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ടിഷ്യൂവിന്റെ കേസിൽ അല്ലെ? അപ്പൊ ഇവിടെ കോംപ്ലക്സ് പേര് തന്നെ ഉണ്ട്. കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂവിന്റെ കേസിൽ എന്താണ്? പല തരത്തിലുള്ള അല്ലെ സ്ട്രക്ചറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സെല്ലുകൾ കൂടിച്ചേർന്നതാണ്. എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കാം. പിന്നെ കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ ആണ് എന്തറിയപ്പെടുന്നത്? വാസ്കുലാർ ടിഷ്യൂ എന്നും അറിയപ്പെടുന്നത് കേട്ടോ. വാസ്കുലാർ ടിഷ്യൂ എന്താണ്? വാസ്കുലാർ ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്? കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ ആണ്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകത. മെയ്ഡ് അപ്പ് ഓഫ് സ്ട്രക്ചറലി ഡിഫറെന്റ് സെൽസ്. എന്താണ്? അതിപ്പോ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ്? സ്ട്രക്ചറിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെല്ലിന്റെ ഘടന എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഓൾ ദീസ് സെൽസ് കോർഡിനേറ്റ് ടു പെർഫോം എ കോമൺ ഫംഗ്ഷൻ. ഈ സെല്ലുകളുടെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണെങ്കിലും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് എന്താക്കാണ് ചെയ്തത്? ഒരു കോമൺ പൊതുവായിട്ടൊരു ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? സൈലം ആൻഡ് ഫ്ലോയം ആർ എക്സാമ്പിൾസ് ഓഫ് സച്ച് കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വാസ്കുലാർ ടിഷ്യൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോളം. ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവുമാണ് എന്തെന്ന് പറയുന്നത്? സസ്യങ്ങളിലെ വാസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ അത് പഠിക്കണം, അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? സൈലവും ഫ്ലോയവും. ഓക്കെ, they are conducting tissues and constitute a vascular bundle. എന്താണ്? സസ്യങ്ങളിൽ കണ്ടക്ഷന് സഹായിക്കുന്ന അല്ലെ? എന്താണ്? മെറ്റീരിയൽസ് കണ്ടക്ട് ചെയ്യുക അല്ലെ? സസ്യങ്ങളിൽ സംവഹനത്തിന് സഹായിക്കുന്ന ടിഷ്യൂസ് ആണ് എന്ന് പറയുന്നത് സൈലവും ഫ്ലോയവും. അതായത് ജലവും ലവണവും ഒക്കെ എന്താക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോവുക. അതുപോലെ നിർമ്മിക്കുന്ന ആഹാരം അല്ലെ? ഇതൊക്കെ എന്താക്കുക? സസ്യങ്ങളിൽ അതൊക്കെ വഹിക്കുന്ന ടിഷ്യൂസ്. അതാണ് എന്ന് പറയുന്നത് കണ്ടക്ടിങ് ടിഷ്യൂസ് അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഫംഗ്ഷൻ നോക്കൂ. ട്രാൻസ്പോർട്ട് വാട്ടർ അല്ലെ? ട്രാൻസ്പോർട്ട് വാട്ടർ, മിനറൽ, സാൾട്ട് ആൻഡ് ഫുഡ് മെറ്റീരിയൽസ് ടു വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ് ബോഡി. എന്താണ്? ജലം, ലവണങ്ങള്, പിന്നെ ധാതുക്കള്, പിന്നെ എന്താണ്? ഫോട്ടോസിന്തസിസ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കള്, ഇതിനൊക്കെ എന്താക്കുക? സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ്? ഈ പറയുന്ന കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. എന്താണ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാല് ജലം, ലവണങ്ങൾ അല്ലെങ്കിൽ വാട്ടർ, മിനറൽസ്, അതുപോലെ സാൾട്ട്, ഫുഡ് ഇതൊക്കെ എന്താക്കുക? സസ്യങ്ങളുടെ വാരിയസ് പാർട്സിലേക്ക് എത്തിക്കുക. ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂയുടെ പ്രത്യേകതകള്. എന്തൊക്കെ അറിയപ്പെടുന്ന പേരെന്താണ്? കോംപ്ലക്സ് ഫെർമെന്റ് ടിഷ്യൂ വാസ്കുലാർ ടിഷ്യൂ എന്നും കണ്ടക്ടിങ് ടിഷ്യൂ എന്നും അറിയപ്പെടുന്നു അല്ലെ? അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഏതൊക്കെ? സൈലവും ഫ്ലോയവും. ഓക്കെ, ഇനി എന്താണ്? സ്ട്രക്ചറലി ഡിഫറെന്റ് സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ? എന്താണ്? സെല്ലുകളുടെ ഘടന വ്യത്യാസമാണ്, പക്ഷെ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ധർമ്മം എന്താണ്? ഒരു പൊതുവായിട്ടുള്ള ധർമ്മം നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ്?
ഇത് കണ്ടക്ടിങ് ടിഷ്യൂസ് ആണ്. അതുകൊണ്ട് എന്താണ് ഒരു വാസ്കുലാർ ബണ്ടിലും അതിനുണ്ട്. പിന്നെന്താണ് എന്താണ് ഫങ്ഷൻ? ജലം, ലവണങ്ങള്, ധാതുക്കള്, ഫുഡ് ഇതിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സൈലവും ഫ്ലോയാണ് എന്ത് നമ്മുടെ കണ്ടക്ടിങ് ടിഷ്യൂസ്. അപ്പൊ ആദ്യം നമുക്ക് ഏതിനെ നോക്കാം? സൈലത്തിനെ നോക്കാം അല്ലെ. എന്തൊക്കെയാണ് ഫങ്ഷൻ? കണ്ടക്ട് വാട്ടർ, മിനറൽസ് എക്സെട്ര ഫ്രം റൂട്ട് ടു ലീവ്സ്, സ്റ്റെം എക്സെട്ര. എന്താണ്? ജലവും ലവണങ്ങളും വേരിൽ നിന്നും സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അതായത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഇലകളിലേക്കൊക്കെ എത്തിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സൈലത്തിന്റെ ഫംഗ്ഷൻ ഒക്കെ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വേരുകളിൽ നിന്നും ജലവും ലവണവും സസ്യങ്ങളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഒക്കെ എത്തിക്കുന്ന ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്? സൈലം എന്ന് പറയുന്നത് കേട്ടോ. ആ ഫംഗ്ഷൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വേരുകൾ വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിലേക്കും സ്റ്റെമ്മിലേക്കും ഒക്കെ എത്തിക്കുന്ന ടിഷ്യൂ ആണ് സൈലം. ഇനി ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. പിന്നെ സൈലത്തിന്റെ വേറെ ഫംഗ്ഷൻ എന്ന് വെച്ചാല് സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ കൂടിയാണ് ഏതെന്ന് പറയുന്നത്? സൈലം എന്ന് പറയുന്നത് കേട്ടോ. പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ കൂടിയാണ് ഏത്? സൈലം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പിന്നെ ഈ സൈലം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് സെല്ലുകൾ കൂടിച്ചേർന്നതാണ് സൈലം, അത് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്താണ്? ട്രക്കീഡാണ്. ട്രക്കീഡ് ആർ ഡെഡ് തിക്ക് വോൾഡ് ലിഗ്നിഫൈഡ് ട്യൂബുലർ സെൽസ്. എന്താണ് ട്രക്കീഡ് എന്ന് പറയുന്നത്? ഡെഡ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള വോളുള്ള ലിഗ്നിൻ അടങ്ങിയിരിക്കുന്ന ട്യൂബുലാർ സെൽസ് ആണ്. നമുക്ക് സ്ക്ലീറൻ കൈമേന്റെ കേസ് പറഞ്ഞേ, അപ്പൊ അതുപോലെ കേട്ടോ. ഡെഡ് ആണ്, തിക്ക് വോൾഡ് ആണ് അല്ലെ. എന്താണ് കുറെ, അതായത് സൈലത്തിൽ 4 ടൈപ്പ് സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് സൈലം കുഴൽ ഉണ്ടായിരിക്കുന്നത്. കുഴൽ എന്തിനാ? ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ, വെള്ളമൊക്കെ കൊണ്ടുപോണ്ടേ. അപ്പൊ ആ കുഴൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ കുഴലുകളിലേക്കുള്ള സെല്ലുകളുടെ ടൈപ്പ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ട്രക്കീഡ്, വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയ, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. ഇങ്ങനെ 4 കൂടി ചേർന്ന. അപ്പൊ ആദ്യത്തേതാണ് ഏതെന്ന് പറയുന്നത്? ട്രക്കീഡ് എന്ന് പറയുന്നത്. അപ്പൊ ട്രക്കീഡ് എന്ന് വെച്ചാൽ ഡെഡ് ആണ്, നല്ല കട്ടിയുള്ള വോളുണ്ട്, പിന്നെ ലിഗ്നിനും അടങ്ങിയ ട്യൂബുലർ സെൽസ് ആണ്. നെക്സ്റ്റ് ഏത് ടൈപ്പ് സെല്ലാണ്? വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറയും. ഡെഡ് ആണ്, തിക്ക് വോൾഡ് ആണ്, ലിഗ്നിഫൈഡ് ട്യൂബുലർ സെൽസ് ആണ്. പ്രസന്റ് ഇൻ സൈലം ഓഫ് ആൻജിയോസ്പേംസ് ഓൺലി, ആബ്സെന്റ് ഇൻ ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേംസ്. അതായത് നമ്മളുടെ ആൻജിയോസ്പേംസിൽ മാത്രമേ എന്ത് കാണപ്പെടുന്നുള്ളൂ? ഈ പറയുന്ന ട്രക്കിയ കാണപ്പെടുന്നു, അല്ലെങ്കിൽ വെസൽസ് എന്ന് പറയുന്നത് കാണപ്പെടുന്നുള്ളൂ. ടെറിഡോഫൈറ്റ് ആൻഡ് ജിംനോസ്പേംസിൽ എന്തില്ല? ഈ പറയുന്ന ട്രക്കിയ കാണപ്പെടുന്നില്ല. അപ്പൊ ഇത് നമ്മൾ പ്ലാന്റിനകത്ത് പഠിക്കുന്നതാണ്. അപ്പൊ ഏത് ടൈപ്പ് സസ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ? ആൻജിയോസ്പേംസിൽ മാത്രമേ ഈ വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയ കാണപ്പെടുന്നുള്ളൂ. അതിന്റെ പ്രത്യേകത എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഡെഡ് ആണ്, തിക്ക് വോൾഡ് ആണ്, ലിഗ്നിഫൈഡ് ട്യൂബുലർ സെൽസ് ആണ്. പക്ഷെ ഏതിന്റെ സൈലത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? ആൻജിയോസ്പേംസിന്റെ സൈലത്തിൽ മാത്രമേ വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയ കാണപ്പെടുന്നുള്ളൂ. ടെറിഡോഫൈറ്റ വിഭാഗത്തിലെയും ജിംനോസ്പേംസ് വിഭാഗത്തിലെയും സസ്യങ്ങളിൽ എന്ത് കാണപ്പെടുന്നില്ല? വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയ കാണപ്പെടുന്നില്ല. നെക്സ്റ്റ് സൈലം പാരൻകൈമ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലിവിംഗ് സെൽസ് ഹാവിംഗ് തിൻ സെൽ വോൾസ്. അപ്പൊ ശ്രദ്ധിക്കാൻ, ട്രക്കീഡിനും വെസൽസ് അല്ലെങ്കിൽ ട്രക്കിയക്കും എന്തില്ല? ജീവനില്ല, അല്ലെങ്കിൽ എന്താണ്? ഡെഡ് സെൽസ് ആണ്. എന്നാൽ സൈലം പാരൻകൈമ എന്താണ്? ലിവിംഗ് സെൽ ആണ്. Xylem fibers. It consists of dead cells with thick cell walls. They are mainly supportive in function. It consists of dead cells with thick cell walls. They are mainly supportive in function. അപ്പൊ എന്താണ്? സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഡെഡ് സെൽസ് ആണ്, തിക്ക് സെൽ വോളും ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈലം കണ്ടെയ്ൻ ചെയ്ത് ട്രക്കീഡ്, വെസൽസ്, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്, ഇത്രയും സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ്. അതായത് ഇത്രയും ഈ 4 ടൈപ്പ് സെല്ലുകളും കൂടിച്ചേർന്ന് കുഴൽ രൂപത്തിലായതാണ് സൈലം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ സൈലം പാരൻകൈമ മാത്രമേ ലിവിംഗ് ഉള്ളൂ. ബാക്കി 3 എന്താണ്? നോൺ ലിവിംഗ് സെൽസ് അല്ലെങ്കിൽ ഡെഡ് സെൽസ് ആണ്. സെൽ വോൾ ഒക്കെ എന്താണ്? കട്ടി കൂടിയതാണ്. സപ്പോർട്ടീവ് ഫംഗ്ഷൻ കൊടുക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? സൈലം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈലം ഫ്ലോയൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. നമ്മുടെ കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂവിന് എക്സാമ്പിൾസ് ആണ് സൈലവും ഫ്ലോയവും. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് സൈലാണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും ഒക്കെ എങ്ങോട്ടേക്ക് എത്തിക്കുക? ഇലകളിലേക്കും തണ്ടിലേക്കും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ കൂടിയാണ് ഏത്? സൈലം. അപ്പൊ 4 ടൈപ്പ് സെല്ലുകൾ കൂടി ചേർത്തിട്ടാണ് സൈലം കുഴലായി രൂപപ്പെട്ടത്. ട്രക്കീഡ്, വെസൽസ് അല്ലെ ട്രക്കിയ, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. അപ്പൊ ട്രക്കീഡ്,
വെസൽസ് അല്ലെ ട്രക്കിയ, സൈലം ഫൈബേഴ്സ്, ഇതെല്ലാം ഡെഡ് സെൽസ് ആണ്, നല്ല കട്ടി കൂടിയ സെൽ വോളോട് കൂടിയതാണ്. സൈലം പേരം കൈമ മാത്രം എന്താണ് ലിവിങ് സെല്ലാണ്, തിൻ സെൽ വോൾ ആണ് ഉള്ളത്. പിന്നെ സൈലം ഫൈബേഴ്സ് ആണ് അതിൽ സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സൈലത്തിനെ പറ്റി നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്ലോയം ആണ്. എന്താണ് ഫ്ലോയം? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബാസ്റ്റ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ്. ഫ്ലോയം എന്നറിയപ്പെടുന്നു, ബാസ്റ്റ് എന്നറിയപ്പെടുന്നു. 4 ഡിഫറെന്റ് സെല്ലുകൾ കൂടി ചേർന്നതാണ് ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്താ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ഫ്രം ലീവ്സ് ടു സ്റ്റോറേജ് ഓർഗൻസ് ആൻഡ് ലേറ്റർ ഫ്രം സ്റ്റോറേജ് ഓർഗൻസ് ടു ഗ്രോയിങ് റീജിയൻസ് ഓഫ് ദ പ്ലാന്റ് ബോഡി. അപ്പൊ ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സൈലം എന്താ ചെയ്യുന്നത്, ജലവും ലവണങ്ങളും ഒക്കെ വലിച്ചെടുത്ത് എവിടെ എത്തിക്കുന്നു, ഇലകളിലേക്കും അതുപോലെ തന്നെ തണ്ടിലേക്കും എത്തിക്കുന്നു. അപ്പൊ ഇലകളിൽ വെച്ച് എന്ത് നടക്കുന്നു, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് ഉണ്ടാകും. അപ്പൊ ആ ഫോട്ടോസിന്തസിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലൂക്കോസ് ഉണ്ട് അല്ലേ. അപ്പൊ ആ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ രൂപം മാറിയ സുക്രോസ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഇലകളിൽ നിന്ന് സ്റ്റോറേജ് ഓർഗൻസ്, നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലപ്പോൾ വേരിൽ ആഹാരം സംഭരിക്കുന്ന സസ്യങ്ങളുണ്ട്, തണ്ടിൽ ആഹാരം സംഭരിക്കുന്നവയുണ്ട് അല്ലെ. പയർ ചെടിയാണെങ്കിലോ പയറിൽ ആഹാരം സംഭരിക്കുന്നില്ലേ, പ്രോട്ടീനായിട്ട് സംഭരിക്കുന്നില്ലേ. അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങളിലാണ് സ്റ്റോറേജ് ചെയ്യുന്നത്, ഈ ആഹാരം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഈ ആഹാരത്തെ ഇലകളിൽ നിന്ന് എങ്ങോട്ടേക്ക് എത്തിക്കുക, സ്റ്റോറേജ് ഓർഗൻസിലേക്ക് എത്തിക്കുക, സ്റ്റോറേജ് ഓർഗൻ പിന്നെ ഗ്രോയിങ് വളർച്ചയ്ക്ക് വേണ്ട ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. ഇതൊക്കെ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഫ്ലോയം എന്ന് പറയുന്നത്. അപ്പോൾ ഇലകളിൽ നിർമ്മിച്ച ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് ഫ്ലോയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കണേ. അപ്പോൾ രണ്ടിന്റെ ഫംഗ്ഷൻ തമ്മിൽ മാറിപ്പോവരുത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സൈലവും ഫ്ലോയും ഒക്കെ. രണ്ടിന്റെ ഫംഗ്ഷൻ പ്രത്യേകം ഓർമ്മിച്ച് വെക്കാം. ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ടിഷ്യൂ ആണ് ഫ്ലോയ, അല്ലെ എത്തിക്കുന്ന കുഴലാണ് ഫ്ലോയം കുഴൽ. അപ്പൊ ഫ്ലോ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ 4 ഡിഫറെന്റ് ടൈപ്പ് സെല്ലുകൾ കൂടിച്ചേർന്നതാണ്. ആദ്യത്തേത് ഏതാണ്, സീവ് ട്യൂബ്. രണ്ടാമത്തത് കമ്പാനിയൻ സെൽസ്. മൂന്നാമത്തത് ഫ്ലോയം പാരൻകൈമ. നാലാമത്തത് ഫ്ലോയം ഫൈബേഴ്സ്. അപ്പൊ ആദ്യത്തേത് ഏതാണ്, സീവ് ട്യൂബ് ആണ്. അപ്പൊ ഇതിലൊന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, സീവ് ട്യൂബ് ഏതിന്റെ ഭാഗമാണെന്നൊക്കെയാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. ദേ ആർ ട്യൂബുലാർ സെൽസ് വിത്ത് എൻഡ് വാൾസ് പെർഫറേറ്റഡ് ബൈ ന്യൂമറസ് പോർസ് വിച്ച് ആർ കോൾഡ് സീവ് പ്ലേറ്റ്. എന്താണ്, ട്യൂബുലാർ സെൽസ് ആണ്. എൻഡ് വോളിൽ എന്തുണ്ട്, കുറച്ച് എന്തുണ്ട്, പോർസ് ഉണ്ട്, ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് കേട്ടോ. ന്യൂമറസ് പോർസ് വിച്ച് ആർ കോൾഡ് സീവ് പ്ലേറ്റ്. അപ്പൊ സീവ് പ്ലേറ്റ് എന്ന് അറിയപ്പെടുന്ന പോർസ് അല്ലെങ്കിൽ ചെറിയ സുഷിരങ്ങൾ കണ്ടെയ്ൻ ചെയ്തതാണ് എന്ന് പറയുന്നത് സീവ് ട്യൂബ് എന്ന് പറയുന്നത്. ദേ ആർ ട്യൂബുലാർ സെൽസ് വിത്ത് എൻഡ് വോൾസ് പെർഫോറേറ്റഡ് ബൈ ന്യൂമറസ് പോർസ് വിച്ച് ആർ കോൾഡ് സീവ് പ്ലേറ്റ്. അതായത് സീവ് പ്ലേറ്റ് എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ സുഷിരങ്ങൾ കണ്ടെയ്ൻ ചെയ്യുന്ന ട്യൂബുലാർ സെൽസ് ആണ് സീവ് ട്യൂബ് എന്ന് പറയുന്നത്. The sieve tube do not have a nucleus but have a thin layer of cytoplasm. എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. സീവ് ട്യൂബിൽ ന്യൂക്ലിയസ് ഇല്ല. എന്താണ്, ചെറിയ നേർത്തൊരു സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തുണ്ട്, ഹോൾസ്, ചെറിയ സ്പോർസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല, നേർത്ത സൈറ്റോപ്ലാസം ഉണ്ട്. ഇത്രയാണ് ഇതിന്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ് എന്താണ്, കമ്പാനിയൻ സെൽസ്. These are small elongated cells having dense cytoplasm and prominent nucleus. കമ്പാനിയൻ സെൽസിന് എന്തുണ്ട്, ഇലോങ്ങേറ്റഡ് നീളം കൂടിയ സെൽസ് ആണ്. സൈറ്റോപ്ലാസത്തിന് കട്ടി അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുതലാണ്, ഡെൻസ് ആണ്. പിന്നെ എന്താണ്, പ്രോമിനന്റ് ന്യൂക്ലിയസും ഉണ്ട് അല്ലെ, വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. അപ്പൊ സീവ് ട്യൂബിന് ന്യൂക്ലിയസ് ഇല്ല, കമ്പാനിയൻ സെല്ലിന് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്, ഡെൻസ് ആയിട്ടുള്ള സൈറ്റോപ്ലാസം ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, ഫ്ലോയം പാരൻകൈമ അല്ലെ. ദീസ് ആർ തിൻ വോൾഡ് ഹാവിംഗ് പാരൻകൈമാറ്റസ് സെൽസ് which are mainly concerned with the storage and transportation of food. അപ്പോൾ ഫ്ലോയം പാരൻകൈമ എന്ന് വെച്ചാൽ എന്താണ്, തിൻ വോൾഡ് ഹാവിംഗ് പാരൻകൈമാറ്റസ് സെൽസ് വിച്ച് ആർ മെയിൻലി കൺസേൺഡ് വിത്ത് സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്. അപ്പോൾ ഫ്ലോയം പാരൻകൈമ എന്ന് വെച്ചാൽ എന്താണ്, പാരൻകൈമ അല്ലെ, പേരിൽ തന്നെ ഉണ്ട് പാരൻകൈമയാണ്. അപ്പൊ എന്താണ്, ലിവിങ് സെൽസ് ആണ്. നേരത്തെ എന്താണ്, സെൽ വോൾ ആണുള്ളത്. എന്തിനു സഹായിക്കുന്നു, സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും സഹായിക്കുന്നു. അതായത് ഫുഡിന്റെ സ്റ്റോറേജിനും ട്രാൻസ്പോർട്ടേഷനും ആര് സഹായിക്കുന്നു, ഫ്ലോയം പാരൻകൈമ സഹായിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോയം ഫൈബേഴ്സ് ആണ്. These are thick-walled, elongated, dead sclerenchymatous cells which provide mechanical strength to the tissues. അപ്പം ഫ്ലോയം ഫൈബേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, സ്ക്ലീറൻകൈമ പോലത്തെ ടിഷ്യൂസ് അല്ലെ, സ്ക്ലീറൻകൈമ കൊണ്ട് ഉണ്ടാക്കിയ പിന്നെ ഡെഡ്
ടിഷ്യൂസ് ആണ്. അപ്പൊ അത് സപ്പോർട്ട് കൊടുക്കുന്നത് മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്. ഇപ്പൊ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് വെച്ചാൽ ദീസ് ആർ തിക്ക് വോൾഡ് ഇലോങ്ങേറ്റഡ് സ്ക്ലീറൻകൈമാറ്റ സെൽസ് which provide mechanical strength to the tissues. ടിഷ്യൂസിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഫ്ലോയം ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഫ്ലോയത്തെ കുറിച്ചാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ ചോദിച്ചാല് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ഫ്രം ലീവ്സ് ടു സ്റ്റോറേജ് ഓർഗൻസ് ആൻഡ് ലേറ്റർ ഫ്രം സ്റ്റോറേജ് ഓർഗൻസ് ടു ഗ്രോയിങ് റീജിയൻസ് ഓഫ് ദ പ്ലാന്റ് ബോഡി. എന്താണ്? ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്ന ടിഷ്യൂ ആണ് ഫ്ലോയം എന്ന് പറയുന്നത്. ഇത് ബാസ്റ്റ് എന്നറിയപ്പെടുന്നു. ഈ ഫ്ലോയം നിർമ്മിച്ചിരിക്കുന്നത് 4 സെല്ലുകൾ ചേർന്നിട്ടാണ്. ആദ്യത്തത് സീവ് ട്യൂബ് ആണ്, ട്യൂബുലാർ സെൽസ് ആണ്. അതിന്റെ എൻഡ് പ്ലേറ്റിൽ സെൽ വോളിൽ എന്തുണ്ട്? പിന്നെ സീവ് പ്ലേറ്റ് എന്നറിയപ്പെടുന്ന കുറച്ച് സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ സീവ് ട്യൂബിന് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല, നേർത്ത ഒരു സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കമ്പാനിയൻ സെൽസ് ആണ്. എന്താണ്? ചെറിയ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള നീളം കൂടിയ സെൽസ് ആണ്. സൈറ്റോപ്ലാസം കട്ടി കൂടിയതാണ്, ന്യൂക്ലിയസും ഉണ്ട്. ഫ്ലോയം പാരൻകൈമ, ഇത് പാരൻകൈമ സെല്ലുകൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ്. സ്റ്റോറേജ് ഓഫ് ഫുഡിനും ട്രാൻസ്പോർട്ടേഷനും സഹായിക്കുന്നു. പിന്നെ ഫ്ലോയം ഫൈബേഴ്സ് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ടിഷ്യൂ ആണ്. കട്ടി കൂടിയ സെൽ ബോളോട് കൂടിയ നീളം കൂടിയ സെൽസ് ആണ്. പിന്നെ എന്താണ്? ഡെഡ് ആണ്. ഡെഡ് സ്ക്ലീറൻകൈമാറ്റ സെൽസ് ആണ് ഇതിലുള്ളത് കേട്ടോ. മെക്കാനിക്കൽ സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഫ്ലോയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പ്ലാന്റ് ടിഷ്യൂവിൽ ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നതാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം എക്സാമിന് പോവാൻ. ഇനി നമുക്ക് ടിഷ്യൂല് നോക്കാനുള്ളത് എനിമൽ ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി എനിമൽ ടിഷ്യൂ നോക്കാം. അപ്പൊ പ്ലാന്റ് ടിഷ്യൂന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എനിമൽ ടിഷ്യൂന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 4 ടൈപ്പ് എനിമൽ ടിഷ്യൂ എന്ന് പറയുന്നത്. 4 ടൈപ്പ് എനിമൽ ടിഷ്യൂ ആണുള്ളത് കേട്ടോ. ഏതൊക്കെയാണത്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. അപ്പൊ 4 ടൈപ്പ് എനിമൽ ടിഷ്യൂ ആണുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്. ആദ്യത്തേത് ഏതാ? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അല്ലെ. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്താണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാല് ഓർഗൻസിനെ അല്ലെങ്കിൽ ബോഡി പാർട്സിനെ കവർ ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് കേട്ടോ. കവർ ചെയ്യുന്ന ടൈപ്പ് ടിഷ്യൂ ആണ്, പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ടിഷ്യൂ ആണ് ഏത്? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ പ്രത്യേകതകൾ എന്ന്. The epithelial tissue covers the surface and lines, tubes and cavities, thus covers or protects the organs in the animal body. ജന്തുക്കളുടെ ശരീരത്തില് അവയവങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക, പിന്നെ അവയവങ്ങൾക്കുള്ളിൽ ലൈനിങ് കൊടുക്കുക. അതായത് നമ്മൾ ഇതിപ്പം പിന്നെ കുടലൊക്കെ ആണെങ്കിൽ കുടലിന്റെ ഉൾസൈഡിലൊക്കെ എന്ത് കൊടുക്കുക? ലൈനിങ് കൊടുക്കുക. അതായത് ഇതിന്റെ ഒരു ആവരണം ഉണ്ടാവും ഇതിന്റെ ഉള്ളിലൊക്കെ കേട്ടോ. ഇപ്പൊ സ്റ്റൊമക്കിന്റെ ഉള്ളിലും കുടലിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ടാവുക? ഒരു ആവരണം കൊടുക്കുക. ഇതിനെ കൊണ്ട് ഒരു കവറിങ് കൊടുക്കുക ഉള്ളിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് കവറിങ് ആൻഡ് ലൈനിങ് ടിഷ്യൂ. അപ്പൊ കവറിംഗ് ടിഷ്യൂ എന്നറിയപ്പെടുന്നതും ലൈനിങ് ടിഷ്യൂ എന്നറിയപ്പെടുന്നതും ഏതാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിന്റെ അല്ലെ ബോഡി പാർട്സ് കവർ ചെയ്യാൻ സഹായിക്കുന്ന ടിഷ്യൂ ആണ്. അപ്പൊ ലൈനിങ് ടിഷ്യൂ എന്നും കവറിംഗ് ടിഷ്യൂ എന്നറിയപ്പെടുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ്. The epithelial tissue covers the surface and lines, tubes and cavities, thus covers or protects the organs in the animal body. It is commonly called covering and lining tissue. ഇനി എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാം. സെൽസ് ആർ ടൈറ്റ്ലി പാക്ഡ് ആൻഡ് ഫോം കണ്ടിന്യൂസ് ഷീറ്റ്. എന്ത് പറഞ്ഞിട്ടുണ്ട്? സെല്ലുകള് ടൈറ്റ്ലി ആണ് അല്ലെ, ഇന്റർസെല്ലുലാർ സ്പേസ് ഒന്നും ഇല്ലാതെ ടൈറ്റ് ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നു. എന്തിനാണ്? ഒരു ഷീറ്റ് പോലെ അല്ലെ, ഒരു ഷീറ്റ് പോലെ ഇത് ആക്ട് ചെയ്യുന്നു കേട്ടോ, ആക്ട് ചെയ്യുന്നു. They have only small amount of connective materials between them and almost no intercellular space. എന്താണ്? ഇതിനിടയിലുള്ള കണക്റ്റീവ് മെറ്റീരിയൽ ഒക്കെ കുറവാണ്. എന്തില്ല? ഇന്റർസെല്ലുലാർ സ്പേസും ഇല്ല. അവസ്കുലർ ടിഷ്യൂ ലാക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. എന്തില്ല? ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ മുകളിലൊന്നും ബ്ലഡ് വെസൽസ് ഒന്നും കാണപ്പെടുന്നില്ല. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാല് ശരീരഭാഗങ്ങളെ അവയവങ്ങളെയൊക്കെ കവർ ചെയ്യുന്ന ടിഷ്യൂ ആണ്. അപ്പൊ കവറിംഗ് ടിഷ്യൂ എന്ന് ലൈനിങ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നു. ടൈറ്റ്ലി പാക്ഡ് ടിഷ്യൂസ് എന്താക്കിയതാണ്? ഒരു ഷീറ്റ് പോലെ രൂപപ്പെട്ട് വരുന്നതാണ്. പിന്നെന്താണ്? ഇതിന്റെ ഇന്റർസെല്ലുലാർ സ്പേസ് ഇല്ല, കണക്റ്റീവ് മെറ്റീരിയൽസ് കുറവാണ്. പിന്നെന്താണ്? ബ്ലഡ് വെസൽസ് ഒന്നും ഇതിൽ കാണപ്പെടുന്നില്ല. പിന്നെ എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ? ഒന്ന് പ്രൊട്ടക്ഷൻ ആണ് കേട്ടോ, പ്രൊട്ടക്ഷൻ. എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ.
പിന്നെന്താണ് അബ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ, അബ്സോർപ്ഷൻ. പിന്നെന്താണ് സെക്രീഷൻ. അപ്പൊ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണം. അപ്പൊ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവയവ ഭാഗങ്ങളെ അല്ലെങ്കിൽ അവയവങ്ങളെയൊക്കെ എന്താക്കാം, പൊതിഞ്ഞ് സംരക്ഷിക്കാം. രണ്ടാമത്തെ എന്താണ് അബ്സോർപ്ഷൻ. എന്താണ് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങളൊക്കെ എന്താക്കാം, വലിച്ചെടുക്കാൻ സഹായിക്കുക. അപ്പൊ കൂടുതൽ നിന്നൊക്കെ ആണെങ്കിൽ എന്താണ് നമ്മൾ ദഹന ഫലമായിട്ട് ഉണ്ടാകുന്ന എന്ത് ന്യൂട്രിയൻസിനൊക്കെ എന്താക്കുക, അബ്സോർബ് ചെയ്യുക, ആഗിരണം ചെയ്തെടുക്കാൻ സഹായിക്കുക. പിന്നെ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചില പിന്നെ ഈ നമ്മളെ പിന്നെ മ്യൂക്കസ് ഒക്കെ ശ്ലേഷ്മം എന്ന് പറയും മലയാളത്തിൽ, അതൊക്കെ എന്തൊക്കെ പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രാവകങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുക ശരീരത്തില്. ഇതൊക്കെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സെക്രീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്, അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ സെക്രീഷൻ എന്തെങ്കിലും ദ്രാവകങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. എപ്പിത്തീലിയൽ ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ പ്രൊട്ടക്ഷൻ, അബ്സോർപ്ഷൻ, സെക്രീഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ. കണക്റ്റീവ് ടിഷ്യൂ പേരിൽ തന്നെയുണ്ട്. അപ്പൊ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ ആവരണ കല എന്ന് പറയും. കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ യോജക കല എന്നാണ് മലയാളത്തിൽ പറയാം. കണക്റ്റീവ് ടിഷ്യൂ, യോജക കല. The connective tissues are specialized to connect the various body organs. എന്താണ്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവയവങ്ങളെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുക അല്ലെ. കണ്ണിന്റെ സ്ഥാനത്ത്, കിഡ്നിയുടെ സ്ഥാനത്ത്, ഇങ്ങനെ അവയവങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുക. ഇതിനൊക്കെ സഹായിക്കുന്ന ടിഷ്യൂ ആണ് ഏതെന്ന് പറയുന്നത്, കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. The connective tissues are specialized to connect the various body organs. പല ശരീരഭാഗങ്ങളെയും അല്ലെങ്കിൽ പല അവയവങ്ങളെയും തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നു, കണക്റ്റീവ് ടിഷ്യൂ സഹായിക്കുന്നു. It can connect bone to each other, muscle to bones, bind tissues and give support to various parts of the body. എന്തൊക്കെയാണ് പ്രത്യേകതകള്, പിന്നെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെടുത്തുക, അതുപോലെ അസ്ഥികളെ മസിൽസ് അല്ലെങ്കിൽ പേശികളുമായിട്ട് ബന്ധപ്പെടുത്തുക. പിന്നെന്താണ്, ടിഷ്യൂസിനെ തമ്മിലും, അതായത് പല ടിഷ്യൂസ്, ഇപ്പൊ നമ്മൾ തന്നെ എത്ര ടിഷ്യൂ പഠിക്കുന്നുണ്ട്, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ, പിന്നെ എന്താണ് മസ്കുലർ ടിഷ്യൂ എന്നൊക്കെ പറഞ്ഞ് 4 പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ തമ്മിൽ എന്താക്കുക, കണക്ട് ചെയ്യുക. ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ. പേരിൽ തന്നെ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ആണ്, യോജിപ്പിക്കുന്ന ടിഷ്യൂ ആണ് അല്ലെ. അപ്പോൾ സപ്പോർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി, അതായത് ശരീരഭാഗങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാനും ആര് സഹായിക്കുന്നത്, കണക്റ്റീവ് ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് പ്രത്യേകതകൾ നോക്കാം. ദ സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആർ ലിവിംഗ്, ലൂസ്ലി സ്പേസ്ഡ് ആൻഡ് എംബഡഡ് ഇൻ എ ഇന്റർസെല്ലുലാർ മാട്രിക്സ്. അപ്പൊ എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാല്, സെല്ലുകൾ എന്താണ്, ലൂസ്ലി പാക്ഡ് ആണ്, അതായത് ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാവും, ജീവനുള്ളവയാണ്, അതായത് ഡിവൈഡ് ചെയ്യുന്ന ലിവിങ് സെൽസ് ആണ്. ഈ ഒരു അതായത് ഇന്റർസെല്ലുലാർ മാട്രിക്സിൽ എന്താണ്, എംബഡഡ് ആണ്. അതായത് ഈ സെല്ലിൽ നിന്ന് തന്നെ രൂപപ്പെടുന്ന ഒരു ടൈപ്പ് പദാർത്ഥമാണ് എന്ന് പറയുന്നത് മാട്രിക്സ് എന്ന് വെച്ചാൽ. ആ മാട്രിക്സിലാണ് എന്ത് കാണപ്പെടുന്നത്, ഈ സെല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ കാണപ്പെടുന്നത്. The matrix may be jelly-like fluid, dense or rigid, depending upon the function of the particular connective tissue. അതായത് ഇതിനകത്തുള്ള കണക്റ്റീവ് ടിഷ്യൂവിന്റെ നേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ മെട്രിക്സ് എന്താവാം, അതായത് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ആ മെട്രിക്സിന്റെ ഈ സെല്ലുകൾക്കിടയിൽ സെല്ലുകളെ തമ്മിൽ യോജിപ്പിച്ച് നിർത്താനാണ് മെട്രിക്സ് സഹായിക്കുന്നത്. ആ മെട്രിക്സ് എങ്ങനെയായിരിക്കാം, ജെല്ലി പോലെ ആയിരിക്കാം, ജലം ഫ്ലൂയിഡ് പോലെ ആയിരിക്കാം, ദ്രാവക രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ കട്ടിയുള്ളതായിരിക്കാം, റിജിഡ് ആയിരിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫംഗ്ഷൻ ഓഫ് പർട്ടിക്കുലർ കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂവിന്റെ ധർമ്മം പോലെ ഇരിക്കും ഈ മെട്രിക്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ മെട്രിക്സ് ഇപ്പം ബോണ്, അസ്ഥിയൊക്കെ ആണെങ്കിലോ കട്ടി കൂടുതലായിരിക്കും അല്ലെ. എന്താണ്, ഈ മെട്രിക്സിന്റെ കട്ടി കൂടുതലായിരിക്കും. എന്നാല് നമ്മുടെ മറ്റ് ടിഷ്യൂ ആണെങ്കിലോ, മറ്റ് ടിഷ്യൂവിന് പിന്നെ എന്താ പറയാ, ബ്ലഡ് ആണെങ്കിലോ എന്താണ്, ഇതില് എന്താണ്, ഫ്ലൂയിഡ് ആണ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോ എന്താണ്, കണക്റ്റീവ് ടിഷ്യൂന്റെ മാട്രിക്സ് എന്ന് പറയുന്നത് ആ ടിഷ്യൂവിന്റെ ധർമ്മത്തിനെ ബേസ് ചെയ്തിട്ട് എന്താണ് മാറിക്കൊണ്ടിരിക്കുക. ജെല്ലി പോലത്തെ ഉണ്ടാവും, ഫ്ലൂയിഡ് പോലത്തെ ഉണ്ടാവും, കട്ടിയുള്ളത് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ മെട്രിക്സ് ഇറ്റ് ഈസ് സെക്രീഷൻ ഓഫ് സെൽസ് ഓഫ് ടിഷ്യൂ. അതായത് ഈ സെല്ലുകൾ, ടിഷ്യൂ, ഇപ്പത്തെ ടിഷ്യൂ ആണെങ്കിൽ ഇതൊക്കെ ഓരോ സെല്ലാണ്, ആ സെല്ലുകളിൽ നിന്ന് തന്നെയാണ് എന്ത് രൂപം കൊള്ളുന്നത്, മെട്രിക്സ് രൂപം കൊള്ളുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ സെല്ലുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പദാർത്ഥമാണ് ഇത് മെട്രിക്സ് എന്ന് പറയുന്നത്. സെല്ലുകൾക്കിടയിൽ നിറഞ്ഞിരിക്കും. അപ്പൊ അത് രൂപം കൊള്ളുന്നത് തന്നെയാണ്, സെല്ലിൽ നിന്ന് തന്നെയാണ്. The cells of connective tissue are living,
loosely spaced and embedded in an intercellular matrix. The matrix may be jelly-like, fluid, dense or rigid, depending upon the function of particular connective tissue. Matrix എന്ന് വെച്ചാൽ secretion of cells of tissue. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മൾ രണ്ടാമതായി പറയുന്നത്. അത് നമ്മൾ പഠിച്ചത് ഏതാ, എപ്പിത്തീലിയൽ ടിഷ്യൂ ആണ് അല്ലെ. രണ്ടാമത്തേത് ഏതാണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്താണ്, നമ്മുടെ വിവിധ ടിഷ്യൂസിനെ തമ്മിൽ കണക്ട് ചെയ്യാനും അതുപോലെ ശരീരത്തിലെ അവയവങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്, കണക്റ്റീവ് ടിഷ്യൂ സഹായിക്കുന്നുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്, ലിവിങ് ആണ്, ലൂസ്ലി സ്പേസ്ഡ് ആണ്, പിന്നെ ഒരു മാട്രിക്സിൽ എംബഡഡ് ആണ്. അപ്പൊ ഈ മാട്രിക്സ് രൂപം കൊള്ളുന്നത് എവിടെ നിന്ന് തന്നെയാണ്, സെല്ലിൽ നിന്ന് തന്നെയാണ്. മാട്രിക്സ് ഫ്ലൂയിഡ് പോലെ ആവാം, അല്ലെങ്കിൽ എന്താവും, ജെല്ലി പോലെ ആവാം, അല്ലെങ്കിൽ കട്ടിയുള്ളതാവും. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഏതാണ്, കണക്റ്റീവ് ടിഷ്യൂ. അതായത് പിന്നെ 3 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്, കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, സ്കെലിറ്റൽ കണക്റ്റീവ് ടിഷ്യൂ, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ. അപ്പൊ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ എന്ന് വെച്ചാൽ കോമൺലി കോൾഡ് പാക്കിംഗ് ടിഷ്യൂ. അപ്പൊ പാക്കിംഗ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്, കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ ആണ് കേട്ടോ. പാക്കിംഗ് ടിഷ്യൂ എന്ന് അറിയപ്പെടുന്നത് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ നോക്കുന്നത് ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഇതാണ് ഫൈബ്രസ് ടിഷ്യൂ, അല്ലെങ്കിൽ നാരുകല എന്ന് പറയും. ഫൈബ്രസ് ടിഷ്യൂ മേക്ക് ഫോളോയിങ് 2 സ്ട്രക്ചേഴ്സ്. എന്തൊക്കെയാണ് ഈ ഫൈബ്രസ് ടിഷ്യൂ കണക്ട് ചെയ്യുന്നത്? ഫൈബ്രസ് ടിഷ്യൂ 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ടെൻഡൻ ആണ്, മറ്റൊന്ന് ലിഗമെന്റ് ആണ്. ഇത് രണ്ടും എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രീവിയസ് ടെൻഡനൊക്കെ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ശ്രദ്ധിച്ചോളാം, ഇനിയും ചോദിക്കും. സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ചോദിക്കുന്നതാണ് ടെൻഡൻ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂവിൽ വരുന്ന ഒരു വിഭാഗമാണ് കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു വിഭാഗം, അതിൽ തന്നെ വരുന്ന സബാണ് എന്ന് പറയുന്നത് ഫൈബ്രസ് ടിഷ്യൂ. അപ്പൊ ഫൈബ്രസ് ടിഷ്യൂ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ടെൻഡൻ ആണ്, മറ്റൊന്ന് ലിഗമെന്റ് ആണ്. അപ്പൊ ടെൻഡൻ എന്ന് വെച്ചാൽ കണക്ട് മസിൽസ് വിത്ത് സ്കെലിറ്റൽ ടിഷ്യൂ. അപ്പൊ മസിലിനെ സ്കെലിറ്റൽ ടിഷ്യൂമായി കണക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു മസില് അല്ലെങ്കിൽ പേശിലെ മസില് അതിന് എന്തുമായി കണക്ട് ചെയ്യാം, ബോണ് അല്ലെങ്കിൽ മസിലിനെ കാർട്ടിലേജ്, ഇളയല്ലേ കാർട്ടിലേജ്, കട്ടിയില്ലാത്ത ഇല്ല, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നായിട്ട് കണക്ട് ചെയ്തതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെൻഡൻ എന്ന് വിളിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളാം. ദ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഈസ് സീൻ ബിറ്റ്വീൻ ബോൺ ആൻഡ് മസിൽ ഈസ് കോൾഡ് ഡാഷ്. എന്താണ്, ടെൻഡൻ ആണ്. ബോണിനെ, അസ്ഥിയെ മസിലുമായി കണക്ട് ചെയ്യുന്നത് ടെൻഡൻ ആണ് കേട്ടോ. അത് ബോൺ ആയിരിക്കും, അല്ലെങ്കിൽ ഇളയ എല്ല്, അല്ലെങ്കിൽ കട്ടിയില്ലാത്ത എല്ലായ കാർട്ടിലേജും ആയിരിക്കാം. നെക്സ്റ്റ് എന്താണ്, ലിഗമെന്റ് അല്ലെ, കണക്ട് സ്കെലിറ്റൽ ടിഷ്യൂ വിത്ത് ഈച്ച് അതർ. അതായത് പിന്നെ ബോണിനെ അല്ലെ, ബോണും തമ്മിലുള്ള കണക്ഷൻ, ബോണും തമ്മിലുള്ള കണക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ലിഗമെന്റ് എന്ന് പറയുന്നത് കേട്ടോ, ലിഗമെന്റ്. അപ്പൊ മസിലും ബോണും തമ്മിലുള്ള കണക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്, മസിലും ബോണും തമ്മിലുള്ള കണക്ഷൻ ആണ് ടെൻഡൻ. എന്നാല് ബോണും തമ്മിലുള്ള കണക്ഷൻ ആണ് ലിഗമെന്റ്. രണ്ടും പ്രത്യേകം പഠിക്കാം, പ്രീവിയസ് ഏരിയ ആണ്, ഇനിയും ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്, സ്കെലിറ്റൽ ടിഷ്യൂ. രണ്ടാമത്തെ ടിഷ്യൂ ടൈപ്പ് ഏതാണ്, സ്കെലിറ്റൽ ടിഷ്യൂ. ഇപ്പൊ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ ഒരു എക്സാമ്പിൾ ആണ് എന്ന് പറയുന്നത് ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾസ് അതിൽ ചോദിക്കുന്നത് എന്താണ്, ടെൻഡനും ലിഗമെന്റ് ആണ് ചോദിക്കാറുള്ളത്. ടെൻഡൻ ആണെങ്കിൽ എന്താണ്, നമ്മളുടെ മസിലിനെ അസ്ഥിയുമായി കണക്ട് ചെയ്യുന്നത്, അല്ലെ പേശിയെ അസ്ഥിയുമായി കണക്ട് ചെയ്യുന്നത്, അല്ലെ മസിലിനെ ബോണുമായി കണക്ട് ചെയ്യുന്നു. ലിഗമെന്റ് ആണെങ്കിലോ ബോണും തമ്മിലുള്ള കണക്ഷൻ ആണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് സ്കെലിറ്റൽ ടിഷ്യൂ ആണ്. എന്താണ് സ്കെലിറ്റൽ ടിഷ്യൂ? ഫോംസ് ബോത്ത് കാർട്ടിലേജ് ആൻഡ് ബോൺ. അപ്പൊ സ്കെലിറ്റൽ ടിഷ്യൂവിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത് നോക്കാം. കാർട്ടിലേജും ബോണുമാണ് ഏതിൽ ഉൾപ്പെടുന്നത്, സ്കെലിറ്റൽ ടിഷ്യൂവിൽ ഉൾപ്പെടുന്നത്. അപ്പൊ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇളയ എല്ല്, കട്ടി കുറഞ്ഞ എല്ലിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാർട്ടിലേജ് എന്ന് വിളിക്കുന്നത്. It provides support flexibility to the body parts and also smoothen bone surface at joints. It is present in the nose, ear, trachea, larynx. അപ്പൊ കാർട്ടിലേജിനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ്. എന്താണ് കാർട്ടിലേജിന്റെ ഫംഗ്ഷൻ? നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും തരുണാസ്ഥി ഇല്ലേ, ഇളയ എല്ലാണ്. അപ്പൊ നമ്മളെ സ്രാവൊക്കെ എന്താണ്, കാർട്ടിലേജിനസ് ഫിഷ് ആണ്. തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ച അല്ലെ തരുണാസ്ഥി മത്സ്യമാണ് എന്ന് പറയുന്നത് സ്രാവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇളയ എല്ല് അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ എല്ല്, അതാണ് എന്ത്, ഇളയ എല്ലെന്നല്ല, കട്ടി കുറഞ്ഞ എല്ല്, അതാണ് എന്ന് പറയുന്നത് കാർട്ടിലേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ഫംഗ്ഷൻ? സപ്പോർട്ടും ഫ്ലെക്സിബിലിറ്റിയും ശരീരഭാഗങ്ങൾക്ക് കൊടുക്കുക കേട്ടോ.
സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്, ഫ്ലെക്സിബിലിറ്റി, പൊട്ടിപ്പോവാത്ത രീതിയിൽ ആടിയോലെയുള്ള കഴിവ്, അതാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റിയും ശരീരഭാഗത്ത് കൊടുക്കുക. പിന്നെന്താണ്, ഈ ജോയിന്റിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കാം. ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജോയിന്റിൽ ഘർഷണം കുറയ്ക്കുക, എല്ലുകൾ കൂട്ടി ഉരസുന്നത് തടയാനും ആര് സഹായിക്കുന്നുണ്ട്, കാർട്ടിലേജ് സഹായിക്കുന്നുണ്ട്. അപ്പൊ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് പ്രത്യേകം, മൂക്ക് അല്ലെ, മൂക്കിന്റെ പാലൊക്കെ എന്താണ് നമുക്ക് അങ്ങനെ ഇളക്കാൻ പറ്റുന്നില്ലേ, അപ്പൊ ആ ഒരു എല്ല്, പിന്നെ ചെവിയില്, പിന്നെ എന്താണ് നമ്മുടെ ശ്വാസനാളത്തില്, തൊണ്ടയില് എന്ത് കാണപ്പെടുന്നുണ്ട്, കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ കാർട്ടിലേജ് കാണപ്പെടുന്നത് നോസ്, ഇയർ, ട്രക്കിയ, ലാരിങ്സ്, ഇവിടെയൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്, കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ബോൺ ആണ്. ഇറ്റ് ഈസ് വെരി സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ. എല്ലാം എന്താണ്, ഫ്ലെക്സിബിൾ അല്ല, ആടിയോലയൊന്നുമില്ല, തിരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പൊട്ടിപ്പോവാണ് ചെയ്യുക. ഡ്യൂ ടു പ്രസൻസ് ഓഫ് ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം ബോൺസ് ആർ ഹാർഡ്. അപ്പം കാൽസ്യം, നമ്മുടെ അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ കാൽസ്യവും ഫോസ്ഫറസും അടങ്ങിയത് കൊണ്ട് തന്നെ അസ്ഥികൾക്ക് ഹാർഡ്നെസ് അല്ലെങ്കിൽ കട്ടി എന്തായിരിക്കും, കൂടുതലായിരിക്കും കേട്ടോ. അപ്പൊ അത് ഓർമ്മിക്കുക. ബോൺ എന്താണ്, വെരി സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ്. കാൽസ്യം ഫോസ്ഫേറ്റ് അതായത് ആണ് അതിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. കാൽസ്യം ഫോസ്ഫറസും ആയതുകൊണ്ട് തന്നെ ഹാർഡ്നെസ് എന്താണ്, കൂടുതൽ. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് സ്കെലിറ്റൽ ടിഷ്യൂ ആണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്കെലിറ്റൽ ടിഷ്യൂവിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, കാർട്ടിലേജും ബോണും ആണ്. അപ്പൊ കാർട്ടിലേജ് എന്ന് വെച്ചാൽ എന്താണ്, സപ്പോർട്ടും ഫ്ലെക്സിബിലിറ്റിയും കൊടുക്കുന്ന ടിഷ്യൂ ആണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. പിന്നെ ജോയിന്റിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. മൂക്ക്, അതുപോലെ ചെവി, ട്രക്കിയ, ശ്വാസനാളം, തൊണ്ട അല്ലെ, തൊണ്ടയല്ല, ലെയറിങ്സ് അല്ലെ. അപ്പൊ ലെയറിങ്സ് ഇവിടെയൊക്കെയാണ് എന്ത് കാണപ്പെടുന്നത്, കാർട്ടിലേജ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് എന്താണ്, ബോൺ ആണ്. ഈസ് വെരി സ്ട്രോങ് ആൻഡ് നോൺ ഫ്ലെക്സിബിൾ ടിഷ്യൂ ആണ്. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത്. അപ്പൊ കാൽസ്യം ഫോസ്ഫറസും എന്തിനു സഹായിക്കുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഹാർഡ്നെസ്, ബോണ് കട്ടിയുള്ളതാക്കാൻ സഹായിക്കുന്നു. പിന്നെ ബോണിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാ, നമ്മൾ എന്തിനൊക്കെയാ ബോണ് സഹായിക്കുന്നത്, ബോണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. ബോണിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ അല്ലെ, എന്താണ്, നമ്മള് തലച്ചോറ്, ഉദാഹരണത്തിന് തലച്ചോറ് ക്രാനിയത്തിനുള്ളിൽ അല്ലെങ്കിൽ എന്താണ് തലയോട്ടിക്കുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ പേശികളോട്, മസിലിനോട് ചേർന്ന് എന്തിനു സഹായിക്കുന്നുണ്ട്, മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട് അല്ലെ. പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്, നമുക്ക് അവയവഭാഗങ്ങൾക്ക് ഷേപ്പ് തരുന്നുണ്ട് അല്ലെ. ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, പിന്നെ സപ്പോർട്ട്, മെക്കാനിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ തരുന്നുണ്ട്. ഇതിനൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, ബോണ് സഹായിക്കുന്നുണ്ട്. അസ്ഥികൾ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, മൂവ്മെന്റിന്, നമ്മളെ പേശികൾ മസിലിനോട് ചേർന്ന് മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്, അവയവഭാഗങ്ങൾക്ക് ഷേപ്പ്, സപ്പോർട്ട്, സ്ട്രെങ്ത് അല്ലെ, സ്ട്രെങ്ത് എല്ലാം തരുന്നത് ആരാണ്, അസ്ഥി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓർമ്മിച്ചു വെക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയ കണക്റ്റീവ് ടിഷ്യൂ, യോജക കലയാണ്. അപ്പൊ യോജക കല 3 തരത്തിലാണ് നമ്മൾ പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പർ, സ്കെലിറ്റൽ ടിഷ്യൂ, പിന്നെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അതിൽ കണക്റ്റീവ് ടിഷ്യൂ പ്രോപ്പറിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഫൈബ്രസ് ടിഷ്യൂ പഠിച്ചു. സ്കെലിറ്റൽ ടിഷ്യൂല് 2 ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്, കാർട്ടിലേജും ബോണും, അതും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണുള്ളത് കേട്ടോ. എന്താണ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ? ഇറ്റ് ഇൻക്ലൂഡ്സ് ബ്ലഡ് ആൻഡ് ലിംഫ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബ്ലഡ് ആണ് ആൻസർ കൊടുത്തത്. പക്ഷെ ശ്രദ്ധിക്കുക, 2 ഉണ്ട്, ബ്ലഡും ലിംഫും, രണ്ടും എന്താണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പൊ ആദ്യം നമ്മൾ ഏതാ നോക്കുന്നത്, ബ്ലഡ് ആണ് നോക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് മാട്രിക്സ് കോൾഡ് ബ്ലഡ് പ്ലാസ്മ ഇൻ വിച്ച് സെൽസ് കോൾഡ് ബ്ലഡ് കോർപ്പസൽസ് ഫ്ലോട്ട്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അസ്ഥിയൊക്കെ ആണെങ്കിൽ എന്താണ്, കട്ടിയുള്ള മാട്രിക്സ് ആണ്. ഇവിടെ ബ്ലഡിൽ എന്താണ്, കട്ടി കുറഞ്ഞ ഫ്ലൂയിഡ് ആയിട്ടുള്ള മാട്രിക്സ് ആണ് കാണപ്പെടുന്നത് അല്ലെ. ബ്ലഡിൽ എന്താണ്, പ്ലാസ്മയാണ് മെട്രിക്സ്. പിന്നെ എന്താണ്, ബ്ലഡ് സെൽസ് അല്ലെ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇതേപോലെയുള്ള ബ്ലഡ് സെൽസ് ഒക്കെ അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം, എന്താണ്, ഹീമോഗ്ലോബിൻ ആണ് അല്ലെ. എന്താണ്, ഹീമോഗ്ലോബിൻ ആണ് ബ്ലഡിന് എന്ത് കൊടുക്കുന്നത്, റെഡ് കളർ കൊടുക്കുന്നത്. ഇനി ബ്ലഡ് കോർപ്പസൽസ് ആർ ഓഫ് 3 ടൈപ്സ്. അതായത് ബ്ലഡ് സെൽസ് 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്, RBC അല്ലെങ്കിൽ എന്ത് പറയാ, സയന്റിഫിക് നെയിം എരിത്രോസൈറ്റ്സ്. പഠിക്കണേ, ചോദിക്കും. RBCയുടെ സയന്റിഫിക് നെയിം എരിത്രോസൈറ്റ്സ് ആണ്. പിന്നെ WBC എന്താണ്, ല്യൂക്കോസൈറ്റ്സ് ആണ്. പിന്നെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്താണ്, ത്രോംബോസൈറ്റ്സ് ആണ് കേട്ടോ. എന്താണ്, ത്രോംബോസൈറ്റ്സ്. അപ്പൊ RBC എരിത്രോസൈറ്റ്സ്, WBC ല്യൂക്കോസൈറ്റ്സ്, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോസൈറ്റ്സ് ആണ്. അപ്പൊ ആദ്യത്തേത് ആരാ, RBC അല്ലെങ്കിൽ എരിത്രോസൈറ്റ്സ് ആണ്. ഹെൽപ്പ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ്. അപ്പോ ഹീമോഗ്ലോബിൻ അടങ്ങിയ
ചുവന്ന രക്താണുക്കൾ അല്ലെ, ചുവന്ന രക്താണുക്കളിലാണ് എന്തുള്ളത്, ഹീമോഗ്ലോബിൻ ഉള്ളത്. എന്തിനെ സഹായിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്, അതായത് ഓക്സിജനെ ടിഷ്യൂസിലേക്ക് എത്തിക്കാൻ, അവിടുന്ന് കോശ ശ്വസനം കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ എന്തിലേക്ക് എത്തിക്കാൻ, ലങ്സിലേക്കൊക്കെ എത്തിക്കാൻ ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്, ഈ ബ്ലഡ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ബ്ലഡിലെ തന്നെ ചുവന്ന രക്താണുക്കളാണ് ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസിന് സഹായിക്കുന്നത്, ശ്വസനവാതകങ്ങളുടെ കണ്ടക്ഷന് സഹായിക്കുന്നത്, അതിന്റെ സംവഹനത്തിന് സഹായിക്കുന്നത് ചുവന്ന രക്താണുക്കളാണ്. ഇനി അടുത്ത എന്താണ്, WBC അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ്, ഫൈറ്റ് വിത്ത് ഡിസീസസ് ബൈ പ്രൊഡ്യൂസിങ് ആന്റിബോഡീസ് അല്ലെ. അപ്പൊ അത് എന്താണ്, ഫൈറ്റ് വിത്ത് ഡിസീസസ് ബൈ പ്രൊഡ്യൂസിങ് ആന്റിബോഡീസ്. ആന്റിബോഡീസ് പ്രൊഡ്യൂസസ് ചെയ്തുകൊണ്ട് എന്തിനെതിരെ പ്രവർത്തിക്കുക, രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നത് WBC ആണ്. അപ്പൊ നമ്മുടെ പ്രതിരോധ പ്രവർത്തനത്തിൽ, ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിലെ പ്രതിരോധ പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് രക്തം എന്ന് പറയുന്നത്. രക്തത്തിലെ തന്നെ WBCs അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ, വെളുത്ത രക്താണുക്കൾ ആണ് എന്തിനു സഹായിക്കുന്നത്, ഈ ഡിസീസിനെതിരെ പൊരുതാൻ സഹായിക്കുന്നത്. അപ്പം രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് അതിനെ നശിപ്പിക്കാൻ വേണ്ട രാസവസ്തുക്കളാണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് WBC ആണ്. നെക്സ്റ്റ് എന്താണ്, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് ആണ്. ഹെൽപ്പിംഗ് ബ്ലഡ് ക്ലോട്ടിംഗ്, എന്താണ്, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നവയാണ് എന്ന് പറയുന്നത് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സിന്റെ ഫംഗ്ഷൻ ചോദിച്ചാല് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പൊ ഇവിടെ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ രണ്ടെണ്ണാണുള്ളത്, ബ്ലഡും ലിംഫും. അപ്പൊ ബ്ലഡ് ആണെങ്കിൽ അതിന്റെ മാട്രിക്സ് പ്ലാസ്മയാണ്, ദ്രാവകമാണ്, 55% പ്ലാസ്മയാണ്, 45% 55% എന്താണ്, രക്തത്തിന്റെ 55% പ്ലാസ്മയാണ്, ബാക്കി 45% എന്ന് പറയുന്നത് ബ്ലഡ് സെൽസ് എന്ന് പറയും. അപ്പൊ പ്ലാസ്മയിലാണ് എന്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ രക്തകോശങ്ങൾ അല്ലെങ്കിൽ ബ്ലഡ് കോർപ്പസൽസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 3 ടൈപ്പ് ബ്ലഡ് സെൽസ് ആണുള്ളത്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. RBCയുടെ സയന്റിഫിക് നെയിം എറിത്രോസൈറ്റ്സ് ആണ്, WBCയുടെ സയന്റിഫിക് നെയിം ല്യൂക്കോസൈറ്റ്സ് ആണ്, ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ത്രോംബോസൈറ്റ്സ് ആണ്. അപ്പൊ RBC എന്തിനു സഹായിക്കുന്നു, ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. WBC എന്താണ്, ഫൈറ്റ് വിത്ത് ഡിസീസസ് ബൈ പ്രൊഡ്യൂസിങ് ആന്റിബോഡീസ്. ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലോ രക്തം കട്ട പിടിക്കാൻ, ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കും. നെക്സ്റ്റ് നമ്മുടെ ലിംഫാണ് അല്ലെ. എന്താണ്, ലിംഫാണ്. ഇറ്റ് ഈസ് കളർലെസ് ഫ്ലൂയിഡ് ഹാവിംഗ് പ്ലാസ്മ ആൻഡ് WBC. അപ്പൊ ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ടൈപ്പ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ലിംഫ് എന്ന് പറയുന്നത്. എന്താണ്, കളർ ഇല്ലാത്തതും അതുപോലെ തന്നെ പ്ലാസ്മയും WBC പ്രധാനമായിട്ടും ലിംഫോസൈറ്റ്സ് കേട്ടോ. WBCയിലെ വിഭാഗമാണ് ഇത് ലിംഫോസൈറ്റ്സ്. അപ്പൊ ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ WBCയും അടങ്ങിയതാണ് എന്ന് പറയുന്നത് ലിംഫ് എന്ന് പറയുന്നത്. Lymph escape out from blood capillaries into body tissues and flows in lymph vessels. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ലിംഫ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാല്, ഇതിപ്പോ ടിഷ്യൂ ആണെന്ന് വിചാരിക്കാം. ഈ ടിഷ്യൂവിന്റെ, അതായത് സെല്ലുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടിഷ്യൂ അല്ലെ. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടി എന്ത് പോകുന്നുണ്ട്, ബ്ലഡ് കാപ്പിലറീസ്. ബ്ലഡ് കാപ്പിലറീസ് വെച്ചാല് നേരത്തെ രക്തക്കുഴലാണ് ഇത് ബ്ലഡ് കാപ്പിലറി വെച്ചാൽ. അതിന്റെ കാപ്പിലറിന്റെ പ്രത്യേകത വെച്ചാൽ അതിൽ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. ആ സുഷിരങ്ങൾക്കുള്ളിലൂടെ രക്തം ഈ രക്തലോമിക അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറിലൂടെ ഒഴുകുന്ന സമയത്ത് ഈ സുഷിരങ്ങൾക്കുള്ളിലൂടെ ദ്രാവക ഭാഗം ടിഷ്യൂയിലേക്ക് ഇറങ്ങി വരും. ഈ ദ്രാവക ഭാഗത്തെയാണ് നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. രക്തലോമിക അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറിലൂടെ ഒഴുകുന്ന സമയത്ത് രക്തലോമികയുടെ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറിയുടെ സുഷിരങ്ങളിലൂടെ, അതിന്റെ ബോഡിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, അതിലൂടെ ടിഷ്യൂയിലേക്ക് ഫ്ലൂയിഡ് ഭാഗം അല്ലെങ്കിൽ ദ്രാവക ഭാഗം ഇറങ്ങി വരും. അതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ഈ ടിഷ്യൂ ഫ്ലൂയിഡ് ലിംഫ് കുഴലുണ്ടാവും, അതിൽ കൂടെ ഒഴുകും. അപ്പൊ ലിംഫ് കുഴലിൽ കൂടെ ഒഴുകുമ്പോ അതെന്തായിട്ട് മാറുന്നു, ലിംഫായിട്ട് മാറും. ലിംഫ് ദ്രാവകം അല്ലെങ്കിൽ ലിംഫ് ഫ്ലൂയിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ടിഷ്യൂ ഫ്ലൂയിഡ് ആണ് എന്തായി മാറുന്നത്, ലിംഫ് ഫ്ലൂയിഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് ലിംഫ് എന്ന് പറയുന്നത്. അപ്പൊ ലിംഫും അതുപോലെ തന്നെ രക്തവും എന്തിന് എക്സാമ്പിൾ ആണ്, കണക്റ്റീവ് ടിഷ്യൂ, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആണ്. ഇനി എന്താണ് നമ്മുടെ ലിംഫിന്റെ ഫംഗ്ഷൻ? Help in exchange of materials between tissue and blood and also protects the body against infection. അപ്പോൾ WBC കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനെതിരെ പൊരുതാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ടിഷ്യൂവും ബ്ലഡും തമ്മിൽ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യാൻ അല്ലെ, എന്തെങ്കിലും വസ്തുക്കളൊക്കെ നമ്മുടെ ടിഷ്യൂവിന്റെ രക്തത്തിന്റെ ഇടയിൽ എന്തെങ്കിലും കൈമാറ്റം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആര് പങ്കുവഹിക്കുന്നുണ്ട്, ലിംഫ് പങ്കുവഹിക്കുന്നുണ്ട്. അപ്പൊ ലിംഫ് എന്ന് വെച്ചാൽ രക്തത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന കളർലെസ് ആയിട്ടുള്ള WBC അടങ്ങിയ ദ്രാവകമാണ്.
അപ്പൊ ഇതെങ്ങനെയാ വരുന്നത്? ടിഷ്യൂന്റെ മുകളിലൂടെ രക്തലോമിക പോകുന്ന സമയത്ത്, രക്തലോമികയിലൂടെ രക്തം ഒഴുകുന്ന സമയത്ത് രക്തലോമികയുടെ ഭിത്തിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടാവും. അതിൽ കൂടെ ദ്രാവക ഭാഗം അരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. അത് ടിഷ്യൂലാകുന്ന സമയത്ത് ടിഷ്യൂ ഫ്ലൂയിഡ് ആണ്. പിന്നീട് അത് ലിംഫ് കുഴലിൽ കൂടെ ഒഴുകുമ്പോൾ ലിംഫ് ദ്രാവകമാണ്. ഇനി അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂവും രക്തവും തമ്മിലുള്ള മെറ്റീരിയൽ എക്സ്ചേഞ്ചിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ കുറെ WBC ഒക്കെ ഉള്ളത് കൊണ്ട് ഇൻഫെക്ഷനെതിരെ അല്ലെ, രോഗാണുബാധക്കെതിരെ പൊരുതാനും സഹായിക്കുന്നു. ഇനി നമ്മുടെ അടുത്തത് മസ്കുലാർ ടിഷ്യൂ ആണ് അല്ലെ. എന്താണ് മസ്കുലാർ ടിഷ്യൂ? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ് കോൾഡ് മസിൽ ഫൈബേഴ്സ്. എന്താണ് മസ്കുലാർ ടിഷ്യൂ? മസ്കുലാർ ടിഷ്യൂ മസിൽ ഫൈബേഴ്സ് കൂട്ടമാണ് അല്ലെ. മസിൽ ഫൈബേഴ്സ് എന്നാണ് പറയാ. അതായത് മസ്കുലാർ ടിഷ്യൂലെ സെൽ നമ്മൾ എന്ത് വിളിക്കുന്നു? മസിൽ ഫൈബർ എന്ന് വിളിക്കുന്നു. These tissue help in various types of movement in body parts and locomotion. എന്താണ് ഇത് എന്തിനു സഹായിക്കുന്നത്? നമ്മളെ ശരീരത്തെ ചലനത്തിന് നമ്മളെ സഹായിക്കുന്ന ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരഭാഗങ്ങൾ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ടിഷ്യൂ ഏത്? ബോഡി മൂവ്മെന്റിന് സഹായിക്കുന്ന ടിഷ്യൂ ഏതെന്ന് ചോദിച്ചാല് മസ്കുലാർ ടിഷ്യൂ ആണ് കേട്ടോ. ബോണൊന്നല്ലേ, ബോണ് മസ്കുലാർ ടിഷ്യൂവിന്റെ കൂടെ ചേർന്നിട്ട് മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ടെന്നല്ലാതെ നമ്മളെ ചലിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ പേശികൾ ആണ്. മസിൽസ് കണ്ടെയ്ൻ സ്പെഷ്യൽ പ്രോട്ടീൻ കോൾഡ് കോൺട്രാക്ടൈൽ പ്രോട്ടീൻ. എന്താണ്? മസ്കുലാർ ടിഷ്യൂവിനെ എന്തിനുള്ള കഴിവുണ്ട്? കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. സങ്കോചിക്കാനും വികാസം പ്രാപിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതിനെ സഹായിക്കുന്നത് സ്പെഷ്യൽ പ്രോട്ടീൻസ് ആണ്. അപ്പൊ ആ പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? മയോസിൻ, ആക്ടിൻ, ട്രോപ്പോപോറിൻ, ട്രോപ്പോമയോസിൻ, ഇതൊക്കെ കേട്ടോ. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കോൺട്രാക്ടൈൽ പ്രോട്ടീൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. മയോസിൻ, ആക്ടിൻ, ട്രോപ്പോപോറിൻ, ട്രോപ്പോമയോസിൻ, ഇതൊക്കെ എന്താണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളണം. അപ്പൊ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും സഹായിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഏത്? കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് എന്നറിയപ്പെടുന്നത്. അതിന് എക്സാമ്പിൾസ് മയോസിൻ, ആക്ടിൻ, ട്രോപ്പോപോറിൻ, ട്രോപ്പോമയോസിൻ, ഇതൊക്കെയാണ്. which contract and relax to facilitate movement. On the basis of structure of muscle fibers, muscular tissue are of the following 3 types. അതായത് മസ്കുലാർ ടിഷ്യൂവിനെ 3 രീതിയിൽ നമുക്ക് എന്താക്കാം? ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ മസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മൂവ്മെന്റിനെ സഹായിക്കുന്നത് മസ്കുലാർ ടിഷ്യൂ ആണ്. മസ്കുലാർ ടിഷ്യൂവിലുള്ള സെല്ലിനെ നമ്മൾ മസിൽ ഫൈബർ എന്നാണ് വിളിക്കുന്നത്. മസിൽ ഫൈബറിൽ പ്രത്യേക തരം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും മസിലിനെ സഹായിക്കുന്നത്. ആ മസ്കുലാർ പ്രോട്ടീൻ അല്ലെങ്കിൽ കോൺട്രാക്ടൈൽ പ്രോട്ടീൻ എക്സാമ്പിൾ ആണ് മയോസിൻ, ആക്ടിൻ, ട്രോപ്പോപോറിൻ, ട്രോപ്പോമയോസിൻ, ഇതൊക്കെ. ഇനി മസ്കുലാർ ടിഷ്യൂ 3 ടൈപ്പ് ഉണ്ട്. സ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ, അതുപോലെ തന്നെ നോൺ സ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ, കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ, ഇങ്ങനെ 3 ടൈപ്പ്. അതിൽ ആദ്യത്താണ് ഏത്? സ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാൽ സീൻ അറ്റാച്ച്ഡ് ടു ദി സ്കെലിറ്റൽ സിസ്റ്റം. എന്താണ് സ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാൽ എന്തിനോട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു? അസ്ഥികളിലോട് ചേർന്ന് കാണപ്പെടുന്ന പേശികൾ അല്ലെങ്കിൽ മസിൽസ് ആണ് എന്ന് പറയുന്നത് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. ഹെൽപ്പ് വോളണ്ടറി മൂവ്മെന്റ് ഓഫ് ബോഡി. എന്തിനു സഹായിക്കുന്നു? നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ് അല്ലെങ്കിൽ ഐച്ഛിക ചലനം സാധ്യമാക്കുന്നു. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചലിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ നടക്കാൻ തോന്നുമ്പോൾ നടക്കുന്നുണ്ട്, എന്തെങ്കിലും പിടിക്കാൻ തോന്നുമ്പോൾ പിടിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുന്ന ചലനത്തിനാണ് എന്ത് വിളിക്കുന്നത്? ഐച്ഛിക ചലനം അല്ലെങ്കിൽ വോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വോളണ്ടറി മൂവ്മെന്റിന് സഹായിക്കുന്ന മസിൽസിനാണ് എന്ത് വിളിക്കുന്നത്? സ്ട്രയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ വോളണ്ടറി മസിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ വോളണ്ടറി മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? അസ്ഥികളോട് ചേർന്ന് കാണപ്പെടുന്നു, വോളണ്ടറി മൂവ്മെന്റിന് സഹായിക്കുന്നു. രണ്ടാമത്തെ എന്താണ്? അൺസ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ ആണ്. അപ്പൊ നേരെ വിപരീതമാണ്. സീൻ അറ്റാച്ച്ഡ് ടു വിസറൽ ഓർഗൻസ്, ഹെൽപ്പ് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്. എന്താണ്? അൺസ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂസ് ആണ്. അപ്പൊ അൺസ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാല് നമ്മളെ ഇന്റേണൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് കാണപ്പെടുന്നു. അതായത് ബ്ലഡ് വെസൽസ്, പിന്നെ കുടല്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലാണ് മെയിൻ ആയിട്ട് എന്ത് കാണപ്പെടുന്നത്? അൺസ്ട്രയേറ്റഡ്, അതായത് ഇന്റേണൽ വിസറൽ ഓർഗൻസിൽ കാണപ്പെടുന്നതാണ്. അറ്റാച്ച്ഡ് ടു ദി വിസറൽ ഓർഗൻസ്. എന്തിനെ സഹായിക്കുന്നു? ഹെൽപ്പ് ഇൻവോളണ്ടറി മൂവ്മെന്റ്. നമ്മൾ അറിയാതെ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ചലനങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണമായിട്ട് എലിമെന്ററി കനാലിൽ കൂടെ ഭക്ഷണം പോകുന്നത്. ഭക്ഷണം ഇപ്പൊ വായയായിട്ട് നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ പോകുന്നില്ലേ? അപ്പൊ അത് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ പോകുന്നത്? അല്ല.
അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചലനങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ചലനങ്ങൾക്കാണ് എന്ത് വിളിക്കുന്നത്? ഇൻവോളണ്ടറി മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻവോളണ്ടറി മൂവ്മെന്റിന് സഹായിക്കുന്നത് അൺസ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ ആണ്. അപ്പം അൺസ്ട്രയേറ്റഡ് മസ്കുലാർ ടിഷ്യൂ എന്ന് വെച്ചാൽ കാണപ്പെടുന്നത് വിസറൽ ഓർഗൻസ് അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ്, ബ്ലഡ് വെസൽസ് ഇവിടെയൊക്കെയാണ്. എന്തിനെ സഹായിക്കുന്നുണ്ട്? ഇൻവോളണ്ടറി മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ട്രയേറ്റഡ് എന്ന് വെച്ചാല് വരകൾ കാണപ്പെടുന്നത്, നോൺ സ്ട്രയേറ്റഡ് എന്ന് വെച്ചാല് നമ്മള് മസിൽ നോക്കുന്ന സമയത്ത് ബാൻഡ്സ് ഇല്ലാത്തത് കേട്ടോ. ബാൻഡ്സ് അല്ലെങ്കിൽ വരകൾ ഇല്ലാത്തത് ഇതെന്താണ്? ബാൻഡ്സ് കാണപ്പെടുന്നത്, വരകൾ കാണപ്പെടുന്നതാണ് ഇത് സ്ട്രയേറ്റഡ്. നോൺ സ്ട്രയേറ്റഡ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അൺസ്ട്രയേറ്റഡ് എന്ന് വെച്ചാൽ ബാൻഡ്സ് ഇല്ലാത്തതാണ്, വരകൾ കാണപ്പെടാത്തതാണ് അൺസ്ട്രയേറ്റഡ് മസിൽസ്. വരകൾ കാണപ്പെടുന്നതാണ് സ്ട്രയേറ്റഡ് മസിൽസ്. അതും കൂടി ഇവിടെ ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ ആണ്. അപ്പോൾ സ്ട്രയേറ്റഡ് ഇൻവോളണ്ടറി മസ്കുലാർ ടിഷ്യൂ എന്നും എന്തറിയപ്പെടുന്നുണ്ട്? കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ. എന്താണ്? വരകൾ ഇല്ലെ, ബാൻഡ്സ് കാണപ്പെടുന്നുണ്ട്, ബട്ട് എന്താണ്? ഇൻവോളണ്ടറി മസിൽസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ളതാണ് ഏതെന്ന് പറയുന്നത്? കാർഡിയാക് മസിൽസ്. ദേ ആർ കോൾഡ് കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ ബിക്കോസ് ഫൗണ്ട് റെസ്ട്രിക്റ്റഡ് ഓൺ ദ വോൾ ഓഫ് ദ ഹെർട്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ ബാൻഡ്സ് കാണപ്പെടുന്ന, ബാൻഡ്സ് ഉള്ള, വരകളുള്ള ഇൻവോളണ്ടറി മസിൽസ് ആണ്. അപ്പൊ അത് എവിടെ മാത്രമേ ഉള്ളൂ? അത് ഹൃദയത്തിന്റെ ഭിത്തിയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഹെൽപ്പ് ഇൻവോളണ്ടറി മൂവ്മെന്റ് ഓഫ് ഹാർട്ട് വാൾ. എന്തിനാണ്? ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ? ഹൃദയത്തിന്റെ ഭിത്തിയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതെന്താണ്? അത് സ്ട്രയേറ്റഡ് ആണ്, വരകളുണ്ട്, പക്ഷെ സഹായിക്കുന്നത് എന്തിനാണ്? ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. അല്ലെ, ഹൃദയം ഇടിക്കുന്നത് നമുക്കറിയോ? അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഹൃദയത്തിന്റെ മിടിപ്പ് അല്ലെങ്കിൽ എന്താണ് കോൺട്രാക്ഷനും റിലാക്സേഷനും ഒക്കെ നടക്കുന്നത്? അല്ല. അപ്പൊ എന്തുകൊണ്ടാണ്? ബാൻഡ്സ്, വരകൾ കാണപ്പെടുന്നത്, എന്നാൽ ഹൃദയത്തിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്നതുമായിട്ടുള്ള മസിലാണ് എന്ന് പറയുന്നത് കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പം 3 ടൈപ്പ് മസ്കുലാർ ടിഷ്യൂ ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് സ്ട്രയേറ്റഡ് ആണ്, രണ്ടാമത്തെ ഏതാണ്? അൺസ്ട്രയേറ്റഡ് ആണ്, മൂന്നാമത്തത് കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ ആണ്. അപ്പൊ സ്ട്രയേറ്റഡ് എന്ന് വെച്ചാൽ വരകൾ, ബാൻഡ്സ് കാണപ്പെടുന്നതാണ്, പിന്നെ വോളണ്ടറി മൂവ്മെന്റിന് സഹായിക്കുന്നു, സ്കെലിറ്റനോട് ചേർന്ന് കാണപ്പെടുന്നു. അൺസ്ട്രയേറ്റഡ് ആണെങ്കിലോ ഇത് വിസറൽ ഓർഗൻസിൽ കാണപ്പെടുന്നു, ഇൻവോളണ്ടറി മൂവ്മെന്റിന് സഹായിക്കുന്നു, വരകൾ കാണപ്പെടുന്നില്ല. കാർഡിയാക് മസ്കുലാർ ടിഷ്യൂ ആണെങ്കിൽ അതിൽ ബാൻഡ്സ് അല്ലെങ്കിൽ വരകൾ കാണപ്പെടുന്നു, ഹൃദയഭിത്തിയിൽ മാത്രമാണ് കാണപ്പെടുന്നത്, ഹൃദയത്തിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് വൺ എന്താണ്? നെർവസ് ടിഷ്യൂ ആണ് കേട്ടോ. നെർവസ് ടിഷ്യൂ. ഇപ്പൊ നെർവസ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ടിഷ്യൂ ഈസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് കോൾഡ് നെർവ് സെൽസ് ഓർ ന്യൂറോൺസ്. ഇപ്പൊ നെർവസ് ടിഷ്യൂ എന്ന് വെച്ചാല് നമ്മുടെ ന്യൂറോൺസിന്റെ കൂട്ടത്തിനാണ് എന്ത് വിളിക്കുന്നത്? നെർവസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത് കേട്ടോ. നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ കൂട്ടത്തിനാണ് നെർവസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. നെർവ് സെൽസ് ആർ ഹൈലി സ്പെഷ്യലൈസ്ഡ് ഫോർ ബീയിങ് സ്റ്റിമുലേറ്റഡ് ആൻഡ് ദെൻ ട്രാൻസ്മിറ്റിംഗ് ദ സ്റ്റിമുലസ് വെരി റാപ്പിഡ്ലി ഫ്രം വൺ പ്ലേസ് ടു അനദർ വിത്തിൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ ഇമ്പൾസസ് കൈമാറാൻ അല്ലെങ്കിൽ സ്റ്റിമുലേഷൻസ് ഒക്കെ കൈമാറുന്ന ടൈപ്പ് ടിഷ്യൂസ്, ഇലക്ട്രോ കെമിക്കൽ ആയിട്ട് ഇമ്പൾസസ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻസ് ഒക്കെ കൈമാറുന്ന ടൈപ്പ് ടിഷ്യൂസ് ആണ് ഏതെന്ന് പറയുന്നത്? നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ കമ്പോസ്ഡ് ഓഫ് നെർവസ് ടിഷ്യൂ. അപ്പൊ നെർവസ് ടിഷ്യൂ എവിടെയാണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത്? ബ്രെയിനിലും സ്പൈനൽ കോഡിലും. നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിലും ബ്രെയിനിലും സ്പൈനൽ കോഡും ഒക്കെ എന്താണ്? നെർവസ് ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചതാണ്. ബ്രെയിനും സ്പൈനൽ കോഡും അല്ലെ, നമ്മുടെ തലച്ചോറ്, സുഷുമ്ന ഒക്കെ എന്താണ്? നമ്മുടെ നെർവസ് ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞാല് ന്യൂറോൺസിന്റെ കൂട്ടത്തിനാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നെർവ് സെൽസ് വെച്ചാൽ നല്ല ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. ഇലക്ട്രോ കെമിക്കൽ ആയിട്ട് ആവേഗങ്ങൾ അല്ലെങ്കിൽ ഇമ്പൾസസ് കൈമാറുന്നവയാണ് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അല്ലെ, നമുക്ക് പൊള്ളുന്ന സമയത്ത് കൈ പിൻവലിക്ക്, ഇപ്പൊ എന്താണ് സുഷുമ്നയിലേക്ക് നിർദ്ദേശങ്ങൾ പോകണം, അവിടുന്ന് തിരിച്ച് നമുക്ക് കൈ വലിക്കാനുള്ള നിർദ്ദേശം കിട്ടുക. അപ്പൊ എന്താണ്? നമ്മളെ ഈ സന്ദേശങ്ങളൊക്കെ എന്താക്കുന്നുണ്ട്? എളുപ്പത്തിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സന്ദേശങ്ങളെല്ലാം പാസ് ചെയ്യുന്നത് ആരാണ്? നെർവസ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ അതിലുള്ള ന്യൂറോൺസ് ആണ്. ഇനി എന്താണ് ഫങ്ഷൻ? കൺട്രോൾ ഓൾ ബോഡി ആക്ടിവിറ്റീസ്. എന്താണ്? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ആരാണ്? നെർവസ് ടിഷ്യൂ ആണ്. ഇറ്റ് കോർഡിനേറ്റ്സ് എമോങ് വേരിയസ് ബോഡി പാർട്സ് ഡ്യൂറിങ് എനി ബോഡി ഫങ്ഷൻ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളുടെ കോർഡിനേഷൻ നടത്തുന്നു. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ചെയ്തിട്ട് അടുത്ത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുക, അല്ലെ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നുള്ള നിർദ്ദേശം കൊടുക്കുക, അങ്ങനെ കോർഡിനേഷൻ അല്ലെ. അപ്പൊ ആ കോർഡിനേഷൻ കൊടുക്കുന്നതുമായി തന്നെയാണ് നെർവസ് ടിഷ്യൂ ആണ്. അപ്പൊ നെർവസ് ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ടിഷ്യൂ ആണ് എന്ന് പറയുന്നത് നെർവസ് ടിഷ്യൂ എന്ന് പറയുന്നത്.
ഇപ്പൊ നെർവസ് ടിഷ്യൂ എന്താണ് ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ബ്രെയിനിലും സ്പൈനൽ കോഡിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. പിന്നെന്താണ് പിന്നെ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നവയാണ്. ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ഓൾ ബോഡി ആക്ടിവിറ്റീസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ബോൺ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ടിഷ്യൂ? എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. അപ്പൊ ബോൺ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് കണക്റ്റീവ് ടിഷ്യൂ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടിഷ്യൂ ഹാസ് ലാർജസ്റ്റ് ഇന്റർസെല്ലുലാർ സ്പേസ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ ഏതിനാണ് കൂടുതൽ ഇന്റർസെല്ലുലാർ സ്പേസ് ഉള്ളത്? പേരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, സൈലം. അപ്പോൾ പേരൻകൈമ പഠിച്ചപ്പോൾ ഞാൻ പറയുക ചെയ്തു എന്താണ് ലാർജ് ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഗ്രൂപ്പ് ഡിയുടെയും അതുപോലെ NTPCയുടെ ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ തന്ന 2 ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഇന്റർസെല്ലുലാർ സ്പേസ് ഉള്ളത് പാരൻകൈമയ്ക്കാണ് ഈ കൂട്ടത്തിൽ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ തന്ന 2 ക്വസ്റ്റ്യൻസും, അതായത് ബോണിന്റെ ക്വസ്റ്റ്യൻ ആയാലും ഇന്റർസെല്ലുലാർ സ്പേസിന്റെ ക്വസ്റ്റ്യൻ ആയാലും എല്ലാം എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ താങ്ക് യു.